30 ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ CSI ഡേ, അതായത് CSI രൂപപ്പെട്ടിട്ട് 75 വർഷം. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണ്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിലും കൂടുതൽ ആളുകൾ ഇന്ന് കാണുമെന്ന്, കാരണം ഇന്ന് ഹർത്താലല്ലേ. അപ്പം ഏതായാലും ഓൺലൈൻ ഹർത്താലുകളൊക്കെ ഇനി ഒരു പക്ഷേ പതുക്കെ ആലോചിച്ചെന്ന് വരാം. എന്നാലും അതുകൊണ്ട് കുറച്ചുകൂടെ ആളുകളെ ഞാൻ പ്രതീക്ഷിച്ചു. അത് ഇന്ന് ഇങ്ങനൊരു പ്രത്യേകമായൊരു ദിവസമാണ്. 75 വർഷം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രത്യേക ദിവസമാണ്. അതുകൊണ്ട് ഈ CSIയുടെ ഫോർമേഷൻ, അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ പഠിക്കും. തന്നെയല്ല, കൂടുതൽ നമ്മുടെ സഭയെക്കുറിച്ചൊക്കെ അറിയുന്നത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഇത്രയും പേർക്ക് കൂടാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. ഇതിനകത്ത് എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കണം, എങ്കിലേ നമുക്കിത് മനസ്സിലാക്കാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴൊക്കെയാണ് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു വലിയൊരു അവസരമായത്. അതുകൊണ്ട് ഇത് കഴിവുള്ളിടത്തോളം ആളുകൾ ഇതിനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അന്നേരം മൈക്രോഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് പ്രയോജനമാണ്. അത് പറയുന്ന കാര്യം, ഞാൻ ഒരിടത്ത് ഒരു മുറിക്കകത്തിരുന്ന ഇതുപോലെ പലരും പലയിടങ്ങളിലായിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ഒരു വലിയ സ്ട്രെയിൻ ആക്കി എടുക്കരുത്. അത് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ വളരുന്നത്. അപ്പൊ മറ്റുള്ളവരിൽ നിന്നൊക്കെ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് സന്തോഷമാണ്. ഇതുപോലെ പലരോടും ചോദിച്ചും കണ്ടും കേട്ടും വായിച്ചും ഒക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അവസരമാക്കി ഉപയോഗിക്കണം. നേരിട്ട് ഉള്ള ലിമിറ്റേഷൻസ് നമുക്കുണ്ടല്ലോ, എങ്കിലും നമുക്ക് ഈ അവസരം ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. എന്തായാലും ഇന്നത്തെ പ്രത്യേക ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആരെങ്കിലും ഒരാള് വോളണ്ടിയർലി ഒരു പ്രാർത്ഥിക്കാമോ? ആർക്കെങ്കിലും ഒരാൾ പേര് പറഞ്ഞ് മൈക്രോഫോൺ ഒന്ന് ഓൺ ചെയ്യുക, അതിനുശേഷം പേരൊന്ന് പറയുക, അതിനുശേഷം പ്രാർത്ഥിക്കുക, പിന്നെ മൈക്രോഫോൺ ഓഫ് ചെയ്യുക. അങ്ങനെ ആർക്കെങ്കിലും വോളണ്ടിയർ ചെയ്യാമോ ഇന്നത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട്? ഞാൻ പ്രാർത്ഥിക്കാം സാറേ. ഞാൻ സിനിയാണ്. പേരെന്ന് പറയോ? എന്റെ പേര് സിനി പി ഐസക്. ഓക്കെ. എവിടുന്നാ? തിരുവഞ്ചൂർ സർവേ എന്നാണ്. തിരുവഞ്ചൂർ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രാർത്ഥിച്ചു ആന്റി. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്നേ ദിവസത്തെ ഈ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ എല്ലാ ആപത്തും ഞങ്ങളെ വിടുവിച്ച് കർത്താവേ, അങ്ങേ സ്തുതിപ്പാൻ ഇന്ന് രാവിലെ ഇന്ന് പ്രഭാത സമയത്ത് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളുടെ CSI ഡേ 74 വർഷം പൂർത്തിയാക്കിയല്ലോ. 75ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ കടന്നു. രാവിലെ ഞങ്ങളെ ചർച്ചിലെ കൊടിയൊക്കെ ഉയർത്താൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. ആ ഒരു സമയമായപ്പോഴത്തേനും മഴയൊക്കെ മാറി. എങ്കിലും ഞങ്ങൾ ഒരു ചെറിയ കൂട്ടായ്മയായിട്ട് കർത്താവെ കടന്നു വന്ന അങ്ങയോട് മഹത്വപ്പെടുത്തുവാനും കർത്താവെ ഇന്ന ദിവസം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന ക്ലാസ്സിന്റെ സമയത്തിനായിട്ട് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നുവല്ലോ നാഥ. ഞങ്ങൾ ഇതൊക്കെ കേട്ട് പഠിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്ന ഷെറിൽ സാറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് കൂടുതലായിട്ട് അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. താങ്ക് യു ആന്റി. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ നമ്മൾ അവസാന സമയങ്ങളിൽ പുതിയതായിട്ടുള്ള നമ്മുടെ, അതായത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ചില കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമ്മൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം അവസാനത്തെ കുറച്ച് സമയം. അത് ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്തു എന്നൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടു കുറച്ച് പേർ. എന്നാൽ ഈ റെസ്പോണ്ട് ചെയ്തവർ 3-4 പേരേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ആളുകൾ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. മനഃപൂർവ്വമായിരിക്കുക, സാരമില്ല. റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ വേണ്ട.
ഒരു ലിമിറ്റിൽ കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് താല്പര്യമില്ല എങ്കിൽ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ നേതൃത്വത്തിന്റെ ഒരു നേതൃത്വം, അതായത് നമ്മൾ പഠിക്കുന്നത് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ലീഡർഷിപ്പിന്റെ ഭാഗങ്ങളായിരുന്നു നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ ആവർത്തിക്കാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു, ശുശ്രൂഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. വിനോദം, അതുപോലെ പിന്നെന്തുവാണ്, കുടുംബം, സാമ്പത്തികം എന്ന് വേണ്ട ഇങ്ങനത്തെ ഒട്ടുമിക്കാലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ഇന്ന് നേതൃത്വത്തിന്റെ ഒരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ എടുത്തു കാണിക്കാൻ പോവാ. അത് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നേതൃത്വത്തിന്റെ ഒരു മാതൃകയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൗ എ ലീഡർ ഷുഡ് ബി, അതായത് എങ്ങനെയായിരിക്കണം ഒരു ലീഡർ എന്നുള്ളതിന്റെ ഈ ലീഡർഷിപ്പ് ഇവിടെ കൊണ്ട് തീരുകയാണ്. അതിനുശേഷം നമ്മുടെ അടുത്ത പോർഷൻ ഇത് കഴിയുമ്പോൾ ഞാൻ മാനേജ്മെന്റിലേക്ക് പ്രവേശിക്കും. ഓക്കെ, അപ്പോൾ നേതൃത്വത്തിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത് പലരെ എടുക്കാം, പക്ഷെ അതിനകത്ത് നമ്മൾ അറിയേണ്ടതായ ഒരു വ്യക്തി എന്ന് പറയുന്നത് മോശയാണ്. അപ്പോൾ ദ ലീഡർഷിപ്പ് ഓഫ് മോസസ്, അതായത് മോശയുടെ ലീഡർഷിപ്പിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. മോശെ ദൈവം എന്തിനാണ് ഉപയോഗിച്ചത്? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, മോശെ ദൈവം ഉപയോഗിച്ചത് എന്തിനാണ്? വേഗം ഒന്ന് പറഞ്ഞേ. മക്കളുടെ വിടുതലിന് വേണ്ടി. അപ്പൊ ആ വിടുതൽ എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള വിടുതലാണ്? നിന്നുള്ള വിടുതൽ. ശരി. എങ്ങോട്ടത്തേക്കായിരുന്നു ആ യാത്ര? അത് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതാണ് ഇതിന് ഉത്തമമായ ഒരു ഉദാഹരണം. അതായത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എവിടെ എത്തണമോ അവിടെ എത്തിക്കുവാൻ സന്നദ്ധമായ നിലയിൽ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഉദാഹരണം മോശയെ ഞാൻ എടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ മോശയെ ദൈവം തെരഞ്ഞെടുത്തു. അപ്പോൾ ഈ മോശയിലുള്ള ചില ക്വാളിറ്റീസ് ആണ് നമ്മൾ ഈ പറഞ്ഞതിന്റെ എല്ലാം കൂടെ ഒരു സംക്ഷിപ്തമായി ഈ ഒരു ഭാഗത്ത് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നേതൃത്വം എന്ന് പറയുന്ന ഈ ഒരു അതായത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദ മോഡൽ ഓഫ് മോസസ് എന്നാണ് നമ്മൾ അതിന് തലക്കെട്ട് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അതായത് മോശൈക മാതൃക അല്ലെങ്കിൽ ദ മോഡൽ ഓഫ് മോസസ്. അതായത് ലീഡർഷിപ്പിന് ഏറ്റവും പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോഡൽ. നമ്മൾ വേദപുസ്തകത്തിൽ കാണിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു കാര്യം. അപ്പോൾ ഈ നമുക്ക് മോശ എപ്പോഴും എന്തുവാണെന്നറിയാമോ, ഈ ബോധ്യം, അതായത് തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ബോധ്യത്തെ കുറിച്ച് വളരെ എന്തുവായിരുന്നു, നിയോഗത്തെക്കുറിച്ച് വളരെ ബോധവാനായ ഒരു മനുഷ്യനായിരുന്നു ഈ മോശ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദൈവജനത്തെ അടിമത്തത്തിൽ നിന്ന് എവിടോട്ടാണ് കൊണ്ടുപോകുന്നത്? തന്നോടൊപ്പമുള്ള ആ ജനതയെ എവിടെ കൊണ്ടെത്തിക്കണം? ഇത് ഒരു പുറപ്പാടാണ്. ദൈവജനത്തെയും കൊണ്ടുപോകുന്ന ഒരു പുറപ്പാട് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ മോശയുടെ ദൗത്യ നിർവഹണത്തിൽ നമ്മൾ കാണുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും ഒരാൾ വായിക്കണം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ആണ്. ആരെങ്കിലും വായിച്ച സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇത് അതായത് ഞാൻ പറഞ്ഞ പോലെ കടഞ്ഞെടുത്തത് കേട്ടോ. മോശയിൽ നമുക്ക് ഒത്തിരിയും പറയാം, പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് ലീഡർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ്. അതായത് സംഖ്യാപുസ്തകം മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ മോശ സൗമ്യനായിരുന്നു എന്ന്? വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? വിശ്വസിക്കുന്നത്? പറ. വളരെയേറെ ജനത്തെ ബുദ്ധിമുട്ട് കൂടാതെ നയിച്ചോണ്ട് പോകാൻ പറ്റി മോശയ്ക്ക്.
വഴക്കും ഒന്നും ഉണ്ടാകാതെ അവരെ നയിക്കാൻ പറ്റി. ആര് പറഞ്ഞു വഴക്കുണ്ടായിട്ടില്ലെന്ന്? മോശ ആദ്യം തന്നെ ദേഷ്യം വന്നപ്പം ഒരു ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നത് കണ്ട് മിസ്രൈമിനെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ട അങ്ങനെയല്ല ആദ്യത്തെ തന്നെ ഓടിപ്പോണ്ടി വന്നത്. അപ്പൊ പിന്നെ എങ്ങനെ വഴക്കുണ്ടാകാതെ പോയെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ സംസാരിക്കുമ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഞാൻ പറയാൻ വേണ്ടിയിട്ടാ. അല്ല, ഞാനൊരു പോയിന്റ് അങ്ങ് പറഞ്ഞ നിങ്ങൾ അങ്ങ് എഴുതിയെടുക്കും. പക്ഷെ നിങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കണം. അതുകൊണ്ട് ദൈവം മോശയ്ക്ക് മുൾപ്പറപ്പോട് പ്രത്യക്ഷപ്പെട്ട ദൈവം ജനത്തിനെ മോചിപ്പിക്കാനായിട്ട് പറഞ്ഞ കറക്റ്റാ സമ്പത്തെ. പക്ഷേ മോശ, ഇപ്പൊ നമ്മളൊരു വാക്യം വായിച്ചു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനായിരുന്നു. ശരിയായിരുന്നോ? ശരിയായിരുന്നു. എന്തുകൊണ്ടാ പറയാൻ കാരണം? ശരിയായിരുന്നു എന്ന് പറയാൻ കാരണം ദൈവം നേരിട്ട് ഇടപെട്ടത് കൊണ്ടായിരിക്കാം. വിക്കനായിരുന്നു. അതൊക്കെ ശരിയാ, വിക്കനായിരുന്നു, ഇതെല്ലാം പറയുന്നത് ശരിയാ. പക്ഷെ മോശ ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഞാനൊരു ഉദാഹരണം ചോദിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഒരു വീട്ടിലേക്ക് 1 or 2 മക്കളെ ഉള്ളൂ. ആ 2 എണ്ണത്തെ പോറ്റാൻ നിങ്ങൾ എന്തുമാത്രം സൗമ്യത നിങ്ങൾക്ക് വേണം? എല്ലാവരും പോയെന്ന് തോന്നുന്നല്ലേ? ഞാൻ ചോദിക്കുന്നത്, 2 കൊച്ചു പിള്ളാരെ പോറ്റണമെന്നുണ്ടെങ്കിൽ സൗമ്യത കൊണ്ട് നടക്കുവോ? 2 ഇടയ്ക്ക് കൊടുക്കേണ്ടി വരും, ഇല്ലേ? മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് സൗമ്യനായിരുന്നു. ആരാ? മറ്റ് ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോശ സൗമ്യനായിരുന്നു. ഇത് നമ്മൾ എന്തുകൊണ്ടാണ്, ഞാൻ ഇതിലേക്ക് വരാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ? കണ്ടോ, സൗമ്യത എന്നതുകൊണ്ട് ശരിയായ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? സൗമ്യത എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതായത് എല്ലാം മിണ്ടാതെ ഒരു പൂച്ചയെ പോലെ, ഈ സമ്പത്തിനെ പോലൊക്കെ ഇരിക്കുന്ന ആളുകൾ സൗമ്യത ഉള്ളവരാണോ? അല്ല. ആണോ സമ്പത്ത്? അല്ല. സൗമ്യതയെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, മനസ്സിലായോ? അതായത് ദേഷ്യപ്പെടുന്നത് സൗമ്യതയ്ക്ക് ഒരു വിഘാതമായ ഒരു ക്വാളിറ്റി ആണോ? അല്ല, മനസ്സിലാക്കണം നിങ്ങൾ. കണ്ട, ഇപ്പോൾ ആരാ പറഞ്ഞത് സൗമ്യത ഡെഫിനിഷൻ? ഇപ്പം എന്നോട് അങ്ങനെ പറഞ്ഞു, എനിക്ക് പേരും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സുനു. അപ്പൊ സുനു ചോദിച്ച ചോദ്യം അതാണ് അതിന്റെ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. മോശ സൗമ്യനായിരുന്നു. ആരുടെ മുമ്പിലാണ്? ദൈവത്തിന്റെ മുമ്പിൽ. അത് ഓർക്കണം. അപ്പോൾ മോശ സൗമ്യനായിരുന്നു. ദൈവം. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ പ്രിയരെ? ഒരു കാര്യം നോക്കിക്കേ. അതായത് എല്ലാം കണ്ടും മിണ്ടാതിരിക്കുന്നതാണോ മോശ? അങ്ങനെയായിരുന്നേ മോശയ്ക്ക് ഇത്രയും ജനത്തെ നയിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞിനെ നയിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ ഇത്ര എണ്ണത്തെ, എത്ര എണ്ണത്തെ നയിക്കേണ്ടത്? അപ്പോൾ ഒരു കാര്യം ഓർക്കുക, മോശ എന്ന പുരുഷനും ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യ. അപ്പോൾ സൗമ്യത എന്ന വാക്കിന്റെ ഇവിടെ അർത്ഥമെന്ന് പറയുന്നത്, ഈ സൗമ്യതയെ എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയോട് ചേർന്ന് വേണം സൗമ്യതയെ മനസ്സിലാക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപയോടുകൂടെ ചേർന്നെങ്കിൽ സൗമ്യതയിൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടരുതെന്നല്ല, ശാസിക്കരുതെന്നല്ല, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ സൗമ്യത ഡിഫൈൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി, ഞാൻ ഇങ്ങനെ പറയും, ഇഫ് യു ഹാവ് എ പർപ്പസ് യു വിൽ ഹാവ് എ പ്രൊവിഷൻ. നിങ്ങൾ അത് എഴുതിക്കോണം, കേട്ടല്ലോ? നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രൊവിഷനും ദൈവം തരും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സമ്പത്തെ ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഇഫ് യു ഹാവ് എ പർപ്പസ്, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ യു വിൽ ബി പ്രൊവൈഡഡ്, യു വിൽ ഹാവ് ദ പ്രൊവിഷൻ. നിങ്ങൾക്ക് അതിന് വേണ്ടിയ സകല കാര്യങ്ങളും ആര് തരും? ദൈവം തരും. അതായത് എനിക്കിപ്പോൾ അനേകം ആളുകളോട് സുവിശേഷം അറിയിക്കാനുള്ള ഒരു കാര്യമാണ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ ആര് നടത്തും?
ദൈവം നടത്തും. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടോ, യു വിൽ ബി പ്രൊവൈഡഡ്. നിങ്ങളത് ഓർത്തോണം. മോശയ്ക്ക് നമ്മൾ കാണുന്നത് ഇത് ഒത്തിരി ഒത്തിരി നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സബ്ജക്റ്റ് മാറി ഒത്തിരി പോകാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് അറിഞ്ഞേണ്ട കുറെ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ അതിസൗമ്യൻ എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങ് മിണ്ടാതിരിക്കുക. നമ്മൾ നോക്കിക്കേ, മോശ കൽപ്പലക വലിച്ചെറിയുന്നുണ്ട്, മോശ ശാസിക്കുന്നുണ്ട്, മോശ എന്തെല്ലാം കാര്യങ്ങളാണ്. അവസാനം ദേഷ്യം വന്നപ്പോഴത്തേക്ക് പാറ അടിക്കുന്നുണ്ട്. ഇതെല്ലാം സൗമ്യതയുടെ ഭാഗമാണോ? അതുകൊണ്ട് പ്രിയ, ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, നമ്മൾ കാണുന്ന എല്ലാം മിണ്ടാതിരിക്കുന്നു, അയ്യോ എന്നെ തല്ലിക്കോ എന്നെ തല്ലിക്കോ എന്ന് പറയുന്നതല്ല സൗമ്യത എന്ന് പറയുന്നത്. അതായത് നമ്മള് നമ്മുടേതായ ഒരു വ്യക്തിത്വ രൂപീകരണത്തിന് നമുക്ക് ദൈവം തരുന്ന ഒരു പർപ്പസ്, ഉദ്ദേശത്തോട് ചേർന്ന് വരുന്ന ഒരു ക്വാളിറ്റിയാണ് സൗമ്യത എന്ന് പറയുന്നത്. അല്ലാതെ എന്നെ എന്തു പറഞ്ഞു, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നതല്ല. മാത്രമല്ല, ഇന്ന് നമ്മുടെയൊക്കെ വലിയ കുഴപ്പം എന്നാന്നറിയോ, ആരെന്നാ പറഞ്ഞാലും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് എന്നാൽ ഉള്ളിലിരുന്ന് എന്ത് ചെയ്യും? ഉള്ളിൽ ആ വ്യക്തിയോട് വൈരാഗ്യം വെക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം കണ്ടോ, മോശ അവിടുത്തെ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അതായത് തന്റെ നേതൃത്വത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മോശ ഈ സൗമ്യത വെളിപ്പെടുത്തി. അതാണ് സൗമ്യത എന്ന വാക്കിന്റെ അർത്ഥം. സൗമ്യത വെളിപ്പെടുത്തുന്ന, അതായത് തന്റെ നിയോഗത്തിന്റെ വിളിയുടെ സമയത്ത് തന്റെ പരിമിതികളെ കുറിച്ച് മോശ ദൈവത്തോട് എന്ത് ചെയ്തു? പങ്കിട്ടു. കണ്ടോ? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മോശയുടെ പരിമിതി ആരുമായിട്ടാ പങ്കിട്ടത്? ദൈവവുമായി പങ്കിടുന്നു. കണ്ടോ? അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് ദൈവദൃഷ്ടിയിൽ മോശയ്ക്ക് എന്താകാനുള്ള കാരണം? അതൊരു യോഗ്യതയാകാനുള്ള കാരണം. ഈ പിള്ളേരോട് നമ്മളെ, എടാ നീയാണോടാ ചെയ്തത്? അപ്പം പിള്ളേര് പറയുന്നത് എന്തുവാ? ഞാനല്ല. അല്ലേ? അങ്ങനല്ലേ പറയുന്നേ? ഇതിനകത്ത് ടീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എന്നെ 3 വർഷം പഠിപ്പിച്ച ഒരു ടീച്ചർ ഇതിനകത്തുണ്ട്. ഞാനത് പിന്നെ പറയാം. തന്നെ 3 വർഷം പഠിപ്പിച്ച ഒരു ടീച്ചർ ഇതിനകത്തുണ്ട്. ടീച്ചർ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പം ഞങ്ങളൊക്കെ അന്ന് ടീച്ചർ വഴക്ക് പറയുമ്പം ചോദിക്കുന്നത്, എടാ നീയാണോടാ ചെയ്തത്? അപ്പം ഞങ്ങളൊക്കെ പറയും ഞങ്ങള് അല്ല. പക്ഷെ ഇവിടുത്തെ മോശയുടെ ആ മനോഭാവം കണ്ടോ? ഞങ്ങളല്ല എന്നതിന് പകരം ഞങ്ങൾ ഇല്ല. ഇതാണ് മനോഭാവ വ്യത്യാസം. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളല്ല എന്നാൽ ഞങ്ങൾ ഇല്ല. ഈ രണ്ട് മനോഭാവങ്ങളുടെ വ്യത്യാസം കണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ താൻ പ്രാപ്തനല്ല എന്ന ആ വിനീതമായ എന്തുവാണ് ആ മനോഭാവം. അതുകൊണ്ടാണ് പ്രിയരെ, ദേഷ്യപ്പെടുന്നത് കൊണ്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. അതുകൊണ്ട് ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ കോപിച്ചോ, പക്ഷെ എന്ത് ചെയ്യരുത്? കോപിച്ചാൽ കോപിച്ചാൽ പാപം ചെയ്യരുത്. കറക്റ്റ്. മനസ്സിലായോ? അപ്പോൾ കോപം വരാം. കോപത്തിപ്പോ ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് കോപമില്ലേ? ഉണ്ട്. ഞാൻ ഇനി എത്ര ഇതൊക്കെയാന്ന് പറഞ്ഞാൽ എന്നിൽ കോപമുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും കോപമുണ്ട്. അല്ല, നമ്മളെല്ലാം ഇത് കണ്ടോ, മക്കൾ ഇപ്പൊ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മോനെടാ പോട്ടറാടാ അങ്ങനല്ലടാ ഇങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുവോ? ശാസിക്കേണ്ട സ്ഥാനത്ത് ശാസിക്കുക. അത് സൗമ്യതയ്ക്കൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. എന്നാൽ ദൈവത്തോട് ഇത് പങ്കിടുമ്പോഴാണ് ദൈവം കാണുന്ന മനോഭാവ വ്യത്യാസം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് 2-3 പേരെ ഇപ്പൊ പറയുന്നുള്ളൂ, വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞു ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയും തന്നെയല്ല, അപ്പം ഇപ്പോഴത്തെ ലീഡേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പ്രായം കൂട്ടിത്തരണം എന്നൊക്കെ ഇപ്പം പലരും പറയുന്നത് അല്ലേ? ഞങ്ങൾ ഇനി ഈ അധികാര കസേര വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പറയുമ്പം ആരും ചിരിക്കൊന്നും ചെയ്യരുത്. ഉള്ളതുപോലെ പറയുന്നതാണ്.
ഈ അധികാരത്തിന്റെ ഒരു സുഖം ഒരിക്കൽ പിടിച്ചാൽ പിന്നെ ഈ കസേരയിൽ ഞാൻ മാത്രമാണ് യോഗ്യൻ, വേറെ ആരും ഇനി ഈ കസേരയില് ഇരിക്കണ്ട എന്ന മനോഭാവം വേണ്ട. അതുകൊണ്ട് ഒരു ലീഡറിന് വേണ്ടത് എന്താണ്? നമ്മളുടെ അയോഗ്യതകൾ നമ്മൾ ഒരിക്കലും അത് എന്ത് ചെയ്യണം? ദൈവത്തോട് പറയണം. കർത്താവേ, ഞാൻ അതിന് യോഗ്യനല്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്നറിയോ? മനുഷ്യരുടെ മുമ്പിൽ നമ്മളങ്ങ് ഒത്തിരി അത് വെറുതെ കാപട്യ കേട്ടോ. നമ്മൾ എന്നാ ഉണ്ടെന്ന് ദൈവത്തിന്റെ കൃപയല്ല. ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, എഴുന്നേറ്റ് ഓടാൻ തോന്നും. സത്യമാ പറയുന്നത്. എന്നാൽ അത് ആ ഉള്ളിൽ നിന്ന് പറയുന്നതല്ല. വളരെ വ്യക്തമായിട്ട് ആ കാര്യം ഓർക്കണം. അതുകൊണ്ട് തന്റെ പരിമിതികളെ മോശ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചപ്പോൾ ദൈവം മോശയെ ശക്തീകരിച്ചു. ഇതാണ് ശക്തിയുടെ സ്രോതസ്. ഇനി നിങ്ങൾ ഇത് ചെയ്യുമോ? നിങ്ങൾ ഇനി ഇതിങ്ങനെ ചെയ്യുമോ? ചെയ്യണം. മനസ്സിലായോ? അതായത് നമ്മുടെ പരിമിതികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അതാണ് ദൈവം കാണുന്ന സൗമ്യത എന്ന് പറയുന്നത്. മനുഷ്യരോട് ഒരു പക്ഷെങ്കിൽ തെറ്റാണെന്ന് ചില സമയത്ത് പറയേണ്ടതായിട്ട് വരും. നിങ്ങളോട് ചിലപ്പോൾ ചിലരോട് തുറന്ന് സംസാരിക്കേണ്ടതായിട്ട് വരും. അതൊരു പാപമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കരുത്. അത് ചിലപ്പോൾ നമ്മുടെ അയൽവാസികളോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലുള്ള ഒരാളോടായിരിക്കാം. ചില നിലപാടുകളിൽ നമ്മൾ ചിലത് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു വാക്ക് തർക്കത്തിന് ഇടയായെന്ന് വരാം. പക്ഷേ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് ദൈവകൃപയോട് ബന്ധത്തിലാണെന്ന് ആരും മറന്നു പോകരുത്. ഇനി നമുക്ക് നോക്കാം. ഇനി ഈ ഒരു കാര്യം, അതായത് ഈ മോശയ്ക്ക് ഇത്ര ഒരു സൗമ്യതയ്ക്കുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഇനി പറയാൻ പോവാം. ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? തന്റെ പരിമിതികളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം മോശയുടെ സൗമ്യതയുടെ രണ്ടാമത്തെ. ഇത് നിങ്ങൾക്കിപ്പം ഒരു പുതിയ വെളിച്ചം കിട്ടുന്നുണ്ടോ, അതോ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണോ? കേൾക്കുന്നുവെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് പുതിയ വെളിച്ചമായി കിട്ടുന്നുണ്ടോന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇനി പലരും പറയുന്നുണ്ടോ ദൈവകൃപയാ കേട്ടോ. അപ്പൊ ചിലര് ഇപ്പം ചില പ്രസംഗ വേദിയിലൊക്കെ നല്ല സൂപ്പറായിട്ട് പ്രസംഗിക്കും. എന്റെ പൊന്നെ, ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? ഈ പറയുന്ന വാക്കുകളൊന്നും എനിക്ക് കേൾക്കുമ്പോ ഞാൻ അവിടെ നിന്ന് മാറും. എനിക്ക് വയ്യ. കാരണം ഇത് വെറും കാപട്യമായത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്ക്, നമ്മുടെ ബലഹീനതകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം ശക്തീകരിക്കുന്നതാണ് യഥാർത്ഥമായ സൗമ്യതയുടെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇനി നമുക്ക് ഇതിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിനാണ് മോശയുടെ ക്വാളിറ്റി എടുത്തു പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. അതായത് ഫറവോന്റെ കൊട്ടാരത്തിൽ എന്തെല്ലാം ഉണ്ട്? പ്രതാപങ്ങളുണ്ട്, സമ്മാനങ്ങളുണ്ട്, നിക്ഷേപങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെന്തുവാ? ഈ ജനത്തിന് ഫറവോന്റെ കൂടെ നിന്നാൽ ഈ ജനത്തിന് എന്നും എന്തുവായിരിക്കും? അടിമത്വമായിരിക്കും. യെസ്, കറക്റ്റാ പറഞ്ഞത്. അപ്പോൾ നോക്കിക്കേ, അപ്പൊ ഈ മോശയെ കുറിച്ച് പറയുന്നത് എന്തുവാണെന്നറിയാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 24-25 ആരെങ്കിലും ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതിന് തിരഞ്ഞെടുത്തു. അടുത്തത് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അപ്പൊ ഇതാണ്. എപ്പോൾ നോക്കണം, ഈ പഴയ നിയമത്തിലുള്ള ഈ മോശയുടെ ക്വാളിറ്റി എടുത്തു പറയുന്നത് എവിടെയാ? എബ്രായർക്ക് ലേഖനത്തിലാണ്. എന്താണ് അതിനകത്തുള്ള ക്വാളിറ്റി? രണ്ടാമത്തെ ക്വാളിറ്റി കാണുന്നത്, വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ എന്ത് ചെയ്തു? പാപത്തിന്റെ താൽക്കാലിക. ആ വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇത് ക്ഷണികമാണെന്ന് ആർക്ക് മനസ്സിലായി? ഒരു ലീഡറിന് മനസ്സിലായി. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ലീഡറിന് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഇത് അധികം നാള് നീണ്ടു നിൽക്കുന്നതല്ല. ആ വാക്ക് കണ്ടോ? തൽക്കാല ഭോഗം. ഇതിനെക്കുറിച്ച് ഞാന് അതായത്
പഠിപ്പിച്ച ഒരു സെമിനാരി അധ്യാപകൻ പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് മിസ്രൈമിലെ സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. എല്ലാം കിട്ടും. അത് എന്തും കിട്ടും. ഞാനത് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പബ്ലിക്കലി പറയുന്നില്ല. അത് കൂടുതലും അമ്മമാരായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാത്തത്. അപ്പൊ നോക്കണം, അവിടെ കിട്ടാത്ത ഒന്നുമില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും. എവിടെ കിട്ടും? മിസ്രൈമിൽ ഉറപ്പാ കിട്ടും. എന്ത് വേണോ അത് കിട്ടും. ഞാൻ പറയാതെ നിങ്ങൾക്ക് ബാക്കി മനസ്സിലായല്ലോ. പക്ഷേ ഇത് മോശ കണ്ടു. മോശ ഇത് മുഴുവനും ഇതാണ് മിസ്രൈമിന്റെ അനുഭവം എന്ന് മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് മോശ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുവാൻ മോശ താല്പര്യപ്പെട്ടില്ല. പ്രിയരെ, നിങ്ങൾ നോക്കിക്കേ, ഒരു ലീഡറിന് വേണ്ട ഒരു കാര്യം ലോകത്തിന്റെ താൽക്കാലിക ഭോഗമാണെന്നും അത് കുറച്ച് നാളത്തേക്ക് ഉള്ളൂ എന്നും ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ യു ആർ എ ഗുഡ് ലീഡർ. മനസ്സിലായോ? അവിടെ കൊണ്ട് തീർന്നില്ല. എന്തുവാ എടാ, ഫറവോന്റെ പുത്രി എന്നുള്ള ഒരു പദവി കിട്ടുക എന്ന് പറഞ്ഞ നിസ്സാരപ്പെട്ട കാര്യമാണോ? പക്ഷേ അത് വിളിക്കപ്പെടുന്നത് മോശ എന്ത് ചെയ്തു? എവിടെയും ദൈവം മോശ കോപിച്ചതിനെ കുറിച്ചടാ നീ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയി മാറ്റിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളിത് എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ, എനിക്ക് ഒന്നുകൂടെ പറഞ്ഞേ, കേൾക്കാമോ? സാറേ, പിന്നെ കനാൻ ദേശത്ത് പ്രവേശിക്കാൻ മോശയ്ക്ക് അനുവാദം ദൈവം കൊടുത്തില്ല. അതുകൊണ്ട് അപ്പൊ അതിന് കാരണം മോശ 2 പ്രാവശ്യം കോപിച്ചതിന് കാരണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അത് പറഞ്ഞ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചില്ല. പക്ഷെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചില്ല. പർപ്പസ് മീറ്റ് ചെയ്യപ്പെട്ടു. മനസ്സിലായോ? അതിനുശേഷം യോശുവയ്ക്കാണ് ദൈവം കൊടുത്ത നിയോഗം. ഞാൻ പറയുന്ന പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കണം. മോശയുടെ പർപ്പസ് കനാൻ ദേശം വരെ ഉള്ളതല്ല, അതിന് തൊട്ട് മുൻപ് വരെ ഉള്ളൂ. മിസ്രൈമിനെ വിടുവിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമുള്ള അടുത്ത ആളാണ് യോശുവ. യോശുവ ഒരുക്കിയെടുത്തത് ആരാ? അതുകൊണ്ട് മോശ കോപിച്ചു എന്നതാണ് ആ ഒരു ഡിസ്ക്വാളിഫിക്കേഷനാ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ? സകല മനുഷ്യരിൽ ഈ മനുഷ്യൻ മോശ ആരായിരുന്നു? സൗമ്യനായിരുന്നു. നമ്മൾ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ആരാ? ആൻസി തോമസ് അല്ലേ ഇപ്പൊ സംസാരിച്ചത്? ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. കോപിച്ചതല്ല കാരണം, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതാ കാരണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് പാറ അടിക്കരുതെന്ന് പറഞ്ഞു. മോശ അടിച്ചില്ലേ? അടിച്ചോ ഇല്ലയോ? അടിച്ചു. അപ്പൊ അത് കോപമാണോ അനുസരണക്കേടാണോ? ഓർത്താ മതി. ഓക്കെ, ഇത് വേറെ ഒത്തിരി പറയാനുണ്ട്. ഞാൻ മുമ്പോട്ട് പോവാ. സമയം ഒത്തിരി സമയം പോകും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നാമത്തേത്, ഈ മോശ സൗമ്യനാകാനുള്ള ഒന്നാമത്തെ കാരണം തന്റെ പരിമിതികളെ ദൈവകരങ്ങളിൽ പരമേൽപ്പിച്ചു. രണ്ടാമത്തേത് എന്താ ചെയ്തത്? മോശ ആ വാക്ക് കേട്ടോ, വളർന്നപ്പോൾ, അതായത് ഗ്രാജുവൽ ഗ്രോത്തിൽ പാപത്തിന്റെ കൂടെ നിൽക്കാമായിരുന്നു. പക്ഷെ ആ ഗ്രോത്തിൽ പാപത്തിന്റെ സുഖഭോഗം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. കണ്ടോ? ഇപ്പൊ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ പാപത്തിലാ വളരുന്നത്, അല്ലെ? പാപത്തിന്റെ ലോകത്തിലാ വളരുന്നത്. പക്ഷെ അത് വേണ്ട എന്ന് വെക്കുക എന്ന് പറയുന്ന ദൈവകൃപയാ. ആണോ അല്ലയോ? ഇപ്പം കള്ളും കഞ്ചാവും അതും ഇതും വേണ്ടാതിനൊക്കെ പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ കാണുക, അതിന്റെ പുറകെയും ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വേണ്ടാതെ വെച്ചത്? നമ്മുടെ മിടുക്കാണോ? അതൊരു ദൈവ കൃപയാന്ന് മനസ്സിലാക്കണം. കണ്ടോ? അപ്പോൾ ഓർക്കണം, താൻ വളർന്നപ്പോൾ. അപ്പോൾ ഈ ഡിസിഷൻ എപ്പോഴാ എടുത്തത്? ഈ മോശ ഡിസിഷൻ എപ്പോഴാ എടുത്തത്? വളർച്ചയില്ല. ആ വാക്ക് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം അതാണ്. വളർച്ചയിൽ എടുക്കുന്ന തീരുമാനം അല്ല, വളർന്നു കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന തീരുമാനമല്ല.
ആരും എന്നെ ഒന്നും മിണ്ടാത്തെ? ശരിയാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ ആ വളർച്ചയുടെ പല ഘട്ടങ്ങളിലായിട്ട് എടുത്ത തീരുമാനം, ഒറ്റയടിക്കല്ല. ഒറ്റയടിക്ക് ഒരു തീരുമാനമല്ല. എന്നാൽ നമ്മുടെയൊക്കെ പല തിരിച്ചറിവുകളും ഇപ്പോഴൊക്കെ അല്ലേ പലതും ഉണ്ടായത്. സത്യമല്ലേ പറയുന്നത്? അതെ അതെ. അല്ലേ? എനിക്ക് ഭൂരിഭാഗം തെറ്റുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ബോധം വരുന്ന ഇപ്പോഴാ. അപ്പോ അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് നേരത്തെ ആയിരുന്നെങ്കിലോ. ഇതാണ് ഒരു കൃപയെന്ന് പറയുന്നത്. വളർന്നപ്പോൾ, അതായത് വളർച്ചയുടെ ഘട്ടങ്ങളിലാണ് ഈ തീരുമാനമെടുത്തത്. എന്താണ് കണ്ടത്? മോശ കണ്ടത് മിസ്രൈമിൽ എന്തുണ്ട്? പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ അതെനിക്ക് വേണ്ട. ഇതാണ് സൗമ്യതയുടെ ലക്ഷണം. അല്ലാതെ കോപിക്കുക, പിള്ളേരെ അടിക്കുക. ഇപ്പൊ എന്നെ പഠിപ്പിച്ച് എന്നെ അടിച്ച ഒരു ടീച്ചർ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ടീച്ചർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കേടാ, ഇവൻ ഇത്രയൊക്കെ പറയാറായല്ലോ. ഞാൻ ആ ടീച്ചറിന്റെ പേര് ഇപ്പൊ പറയത്തില്ല, പിന്നെ പറഞ്ഞോളാം. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വളരെയധികം അഭിമാനം. ഞാനിപ്പം ഇത് ക്ലാസ് പഠിപ്പിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആ അനുഭവങ്ങൾ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. ഓക്കെ. അപ്പം പറയാൻ വന്നത്, വളർന്നപ്പോൾ എന്തെല്ലാം കണ്ടുവോ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇനി മാത്രമല്ല, പിന്നെ കണ്ടത് എന്തുവാ? ഫറവോന്റെ പുത്രി എന്ന ആ മകനെന്നുള്ള ഒരു സ്ഥാനം, അല്ലേ? ഇത് തന്നെ കർത്താവിന്റെ സൗമ്യത നമ്മൾ കാണുന്നത് എന്തുവാ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ എന്ന് വിചാരിക്കാതെ എന്തുവാ? മോശയുടെ ഒരു ഇപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, നിഴലും പൊരുളും എന്നൊക്കെ ചിലരൊക്കെ പറയും. എന്നാൽ ഒത്തിരി പേര് അതിനോട് ആ വാക്കുകളെ ചിലർ ആ വാക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് കാണാവുന്നത് ഈ ഒരു വിധത്തിലാണ് കാണുന്നത്. അപ്പോൾ ഓർക്കണം, ഈ ഭൗതിക സുഖങ്ങൾ ആർജിക്കാനായിട്ടാണ് ഇന്ന് പലരും എന്ത് ചെയ്യുന്നത്? ലീഡേഴ്സ് മുഴുവനും മത്സരിക്കുകയും ആർഭാടം, ആഡംബരം, പിന്നെന്തുവാ അധാർമികത, ഇതൊക്കെ വരുന്നതിന്റെ കാരണം എന്താണ്? ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ വേണം. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ ഇതിന്റെ ആ മൂന്ന് ക്വാളിറ്റീസ് ഒന്ന് പറഞ്ഞേ. മോശയുടെ സൗമ്യനാകാനുള്ള 3 ക്വാളിറ്റീസ്. ദേഷ്യമല്ല, കോപമല്ല വിഷയം. പിന്നെന്താ വിഷയം? അനുസരണക്കേട് രണ്ടാമത്തെ വിഷയം. ഞാൻ അതിലേക്ക് ചേർന്നിട്ടില്ല. അത് അനുസരണക്കേടാണ് മോശയുടെ ഏറ്റവും വലിയ കാര്യം. അതായത് നമുക്ക് നോക്കിക്കേ, ഇവിടെയും കാണുന്ന എന്തുവാ? ഏദൻ തോട്ടത്തിൽ എന്താ കാണുന്നത്? ഒന്നുമല്ല കാണുന്നത്, അനുസരണക്കേട് തന്നെയാ കാണുന്നത്. ഒരു കാര്യം ഓർത്തോണം, അനുസരണക്കേടാണ് പലതിന്റെയും ഉറവിടം. ഓർത്തോണം, എല്ലാറ്റിന്റെ ഉറവിടം അനുസരണക്കേടാണ്. പാപത്തിന്റെ ഉറവിടം എന്തുവാ? അനുസരണക്കേടാണ്. കോപം എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഒരു മനുഷ്യനെ സൗമ്യമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. 2, എന്താ ചെയ്യുന്നത്? വളർച്ചാഘട്ടത്തിൽ താൽക്കാലിക ഭോഗത്തെ തിരിച്ചറിയുക. 3-മത്തേത് എന്താ പറഞ്ഞു വരുന്നത്? ഈ സ്ഥാനമാനങ്ങൾ കണ്ടോ നിരസിക്കുക. ഇതാണ് ഒരു മനുഷ്യന്റെ സൗമ്യതയുടെ ഇന്നർ ക്വാളിറ്റീസ് എന്നൊക്കെ പറയും. ഞാൻ പോട്ടെ, അതിപ്പം ഇതിനകത്ത് നിങ്ങൾ BEdനും ഒക്കെ പഠിച്ചവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈക്കോളജിയിലും കൗൺസിലിങ്ങിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതറിയാം. അതുകൊണ്ട് 1-മത്തെ കാര്യം. അപ്പോൾ 1-മത്തേത് ലീഡറിന്റെ ഒരു 1-മത്തെ പ്രത്യേകത സൗമ്യത. ആ സൗമ്യതയ്ക്ക് കാരണമായ 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി 2-മത്തേലേക്ക് പോട്ടെ. ഇനി 2-മത്തെ കാര്യം ഒരാൾ വായിച്ചേ, സംഖ്യാപുസ്തകം 33:11 വായിച്ചേ. സംഖ്യാപുസ്തകം 33:11. പെട്ടെന്ന് സമയം കളയരുത്. സംഖ്യാപുസ്തകം 33:11 വായിച്ചേ. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയം ഇറങ്ങി. വായിച്ചോ. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദോഫ്കയിൽ പാളയം ഇറങ്ങി. ദോഫ്കയിൽ ഏതാ വായിച്ചത്? സംഖ്യാപുസ്തകം 33-11 വാക്യം. അല്ല അല്ല അതന്നെയാ. അല്ല ഏതാ? സംഖ്യാപുസ്തകം 33-11. ആവർത്തനം 34:12 വായിച്ചേ.
ആവർത്തനം 31. മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞു സോറി മോശയെ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അപ്പം രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള ബന്ധം. ദൈവത്തോടുള്ള ബന്ധം നിങ്ങൾ കുറിച്ചെടുത്തു, അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ട് പിന്നെ തരികയും ചെയ്യാം. കുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കാണുന്ന എന്തുവാ, അതായത് യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ. കണ്ടോ വാക്ക് കണ്ടോ? യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ബന്ധം. അപ്പൊ ഞാനൊരു കാര്യം ഇങ്ങനെ പറയുകയാണെ, അതായത് ജോൺ മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുകിൽ എഴുതിക്കോ, ഞാൻ പിന്നെ നോട്ട്സിലല്ലേ തരാം. എന്നാ, എ ലീഡർ ലിവ്സ് വിത്ത് പീപ്പിൾ ടു നോ ദെയർ പ്രോബ്ലംസ്. അതായത് ഒരു ലീഡർ ആരുടെ കൂടെയാണ്? ജനത്തോട് കൂടെ അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിലൂടെ എന്താണ് അവരുടെ കൂടെ ജീവിക്കുക ചെയ്യുന്നത്, അല്ലേ? എന്നാൽ അറ്റ് ദ സെയിം ടൈം എ ലീഡർ ലിവ്സ് വിത്ത് ഗോഡ് ഇൻ ഓർഡർ ടു സോൾവ് ദം. അതായത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോടൊപ്പം വസിക്കുക. അപ്പോൾ ഒരു ലീഡർ ജനത്തോടൊപ്പം വസിക്കുകയും അതിലുപരി ദൈവത്തോടു കൂടി വസിക്കുകയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശ. ഇതിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നോക്കിക്കേ, മരുഭൂമി യാത്രയിൽ തങ്ങളോടൊപ്പമുള്ള ദൈവ സാന്നിധ്യമാണ് തന്റെ നേതൃത്വത്തെയും, അല്ലെ, ഇസ്രായേൽ ജനത്തെയും വിശേഷത ഉള്ളവരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരുമാക്കി മാറ്റുന്നതെന്ന് മോശ മനസ്സിലാക്കിയതാ. അപ്പോൾ നോക്കണം, ഈ ബോധ്യം എവിടെ നിന്നാ? ദൈവോന്മുഖമായി തന്റെ ജീവിതത്തെയും ദൗത്യത്തെയും ക്രമീകരിക്കാൻ മോശയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. അപ്പോൾ എ ലീഡർ ലിവ്സ് വിത്ത് ദ പീപ്പിൾ എന്തുവാ? ടു നോ ദെയർ പ്രോബ്ലം. അറ്റ് ദ സെയിം ടൈം എ ലീഡർ ലിവ്സ് വിത്ത് ഗോഡ് ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലം. മനസ്സിലാവും? അപ്പോൾ ജനത്തോട് കൂടെ ജീവിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയും, ഇനി ദൈവത്തോട് കൂടെ നടന്ന് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ വീട്ടിൽ താമസിക്കുന്നു, ദൈവത്തോടൊപ്പം നടന്ന് വീട്ടിനകത്തൊരു പ്രശ്നം സോൾവ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ആ പ്രശ്നത്തെ വലുതാക്കുന്നതാണോ നല്ലത്? പറ്റിയ അമ്മമാരാ, നല്ലതാ, കൊള്ളാം. അപ്പം ഓക്കെ. അപ്പൊ ഇതുപോലെ ഒത്തിരി അമ്മമാരുണ്ട് കേട്ടോ. ഞാന് ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു വളരെ പ്രശസ്തനായ ഒരു ദേവദാസന്റെ ഒരു അനുഭവം. ആ വീട്ടില് അതായത് അവിടുത്തെ അപ്പൻ ഒരു ആംഗ്ലിക്കൻ സഭയിലെ ഒരു അച്ഛനായിരുന്നു. ഇതൊരു ഫോറിൻ ഒരാളുടെ സംഭവ കഥയായത്. അവിടുത്തെ അതായത് അവിടുത്തെ അച്ഛനെ കൊച്ചമ്മ, അപ്പം അവർക്ക് 5 മക്കളാണ്. അപ്പം ഈ ഒരിക്കല് അവിടുത്തെ വലിയ അച്ഛന്റെ 5 മക്കളും സുവിശേഷകരാ. അവരെല്ലാ അച്ഛന്മാരും ഇവാഞ്ചലിസ്റ്റുമാരും ഒക്കെ എല്ലാവരും വളരെ പ്രഗത്ഭരായ ആളുകളാണ്. അപ്പം ഇതൊരു പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം വായിച്ചത് നിങ്ങളോട് ഞാൻ പറയും. അതായത് അപ്പം ഒരു വിശിഷ്ട അതിഥി അവിടുത്തെ വലിയ അച്ഛന്റെ, അതായത് അവിടുത്തെ അപ്പനായ അച്ഛന്റെ ബർത്ത്ഡേക്ക് വന്നു. അപ്പൊ എല്ലാവരും വന്നു, ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു, അനേകർ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല പ്രസംഗകൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഇളയ മകൻ പറഞ്ഞു, ഇതാ എന്നറിയാവോ? ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല പ്രസംഗകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഒരിക്കൽ പോലും പുൾപിറ്റിൽ കയറിയിട്ടില്ലാത്ത ഞങ്ങളുടെ അമ്മയാണ് പറഞ്ഞു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ബാക്കിയുള്ളവരെല്ലാം പോയോ? ഇത് കേൾക്കുമ്പോ ഹൃദയത്തിനകത്തൊരു കുത്തുകൊണ്ടാണ് നല്ലത് കേട്ടോ. കേട്ടോ? അപ്പൊ നിങ്ങളുടെയൊക്കെ മക്കള് പറയണം, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല സുവിശേഷകൻ ആരാന്ന് ചോദിച്ചാൽ
ഒരിക്കൽ പോലും പ്രസംഗിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ അമ്മ. അമ്മയാണ്. പറയുവോ? എല്ലാവരും പോയി. നല്ല കാര്യം. ഓക്കെ. അപ്പൊ അപ്പൊ ഇതായിരിക്കണം. അതായത് ഒരു കാര്യം ഓർത്തേ, നമ്മുടെ സൗന്ദര്യവും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയും നമ്മൾ ഒത്തിരി അപകർഷതാബോധം ഉള്ളവരാ കേട്ടോ. അപ്പൊ എനിക്ക് അത്രയൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അത്രയൊന്നും പോകാൻ സാധിച്ചു. ഇതൊക്കെ അപകർഷതാബോധം. ഹലോ. ഇടയ്ക്കൊന്ന് പോയി, സോറി. അപ്പോൾ ഇനിയും അതായത് ഇനിയും മറ്റൊരു ഒത്തിരി ഉദാഹരണമൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് വിടുകയാണ്. ഇനി മൂന്നാമത്തേലേക്ക് വരാം. അപ്പം മൂന്നാമത്തേയുടെ പ്രത്യേകത ആരെങ്കിലും പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 17 മുതൽ ഒന്ന് വായിച്ചേ, പെട്ടെന്നൊന്ന് വായിച്ചേ. പുറപ്പാട് 18-ന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. അതിന് മോശയുടെ അമ്മായിപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എന്റെ വാക്ക് കേൾക്ക. ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും മതി. ഇപ്പം വായിച്ചതിന്റെ തുടക്കം ഒന്ന് വായിച്ചേ, 17. അതിന് മോശയുടെ അമ്മായിപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാ. ഇതുപോലെ നിങ്ങളുടെ അമ്മായിയപ്പൻ വന്നിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയുക, നീ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ നമ്മളാണ് നേരിട്ട് അങ്ങോട്ട് പറയും, ഇയാൾ പണി നോക്കാൻ പറയല്ലേ. ഏതാണ്ടൊക്കെ പെറുപെറുക്കുന്നു. എന്തോന്ന് മനസ്സിലായില്ല. ഓക്കെ. അപ്പൊ ഇത് ഞാൻ പറയാൻ വന്നതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, മോശയുടെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, അതായത് മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം. അതായത് മോശയുടെ അമ്മായിയപ്പൻ ഒരു കാര്യം പറഞ്ഞു, നീ ഇപ്പൊ ചെയ്യുന്ന ശരിയല്ല. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അപ്പൊ വേണമെങ്കിൽ പറയാം, മോശെ പറയ ഞാൻ ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള പാർട്ടിയാ, ഇയാൾ അധികം കയറി കളിക്കണ്ട എന്ന് നമ്മൾ സാധാരണ കമ്മിറ്റിയിൽ ഇതൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും പറയാതെ എന്ത് ചെയ്തു? മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമം അല്ലേ? അപ്പോ ഈ മോശയുടെ അമ്മായിയപ്പൻ ഇത്രോ അല്ലേ? അപ്പൊ മോശയുടെ അമ്മായിയപ്പൻ പറയുന്ന കാര്യം എന്തുവാ? നീ ഒരു കാര്യം ചെയ്യണം. ഇത് എന്താണ്? ഉപദേശിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം. പ്രിയരെ, ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഉപദേശിക്കാൻ ആർക്കും, ഇപ്പൊ ഉപദേശം കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമാണ്? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉപദേശം ഇഷ്ടമാണോ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉപദേശം ഇഷ്ടമാണോ? ഓ, ആരാന്നൊന്ന് പേര് പറഞ്ഞ കേക്കട്ടെ. ലീലാവഞ്ചവൻ. ഒരു പരിധി വരെ ഇഷ്ടമാണ്. അപ്പൊ പരിധി ഉണ്ടല്ലേ? അപ്പൊ ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഞാൻ പറയാൻ വന്ന എന്തുവാണ്, ഉപദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യണം? വിനയപൂർവ്വം കേൾക്കുക. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞാൽ മതി, പക്ഷെ തിരിച്ചു പ്രതികരിക്കാൻ പോകരുത്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്ത് പറയുന്നോ അതിപ്പോ ശാസനയായിട്ടായിരിക്കും, അത് കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കാര്യം കണ്ടോ, ഇവിടുത്തെ വിഷയം എന്താണ്? അതായത് നമുക്ക് എപ്പോഴും കാണേണ്ട ഒരു കാര്യം എന്തുവാ? ഇങ്ങനെയുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ചിലരിന്ന് ചെയ്യുന്ന എന്നാന്നറിയാമോ? നമ്മളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന വിധത്തിൽ നമ്മളെ ശാസിച്ചു കളയും. അതൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ല, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അപ്പൊ പലരും ഇന്ന് ചെയ്യുന്നത്, എനിക്ക് ഒത്തിരി പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. പക്ഷെ വിഷമിക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ ഞാനങ്ങ് വിടും, അല്ല ഇപ്പൊ വേറെ മാർഗമില്ല. അപ്പോൾ ഇവിടുത്തെ ഇത് കണ്ടോ, ഇത് കൺസ്ട്രക്റ്റീവാണ്, അതുകൊണ്ട് ഗുണം ഉണ്ടായി. എന്നാൽ പലരും ചെയ്യുന്നത് എന്തുവാ? അതൊരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സാ. അതുകൊണ്ട് നമുക്കതൊരു കൺസ്ട്രക്റ്റീവായി മാറ്റണം. അതുകൊണ്ട് ഇത് മൂന്നാമത്തെ കാര്യം. ഇനി അടുത്ത പോകട്ടെ.
എബ്രായർക്ക് എഴുതിയ ലേഖനം 3:2. എബ്രായർ 3:2 വായിച്ചേ, വേഗം വായിച്ചേ. 3:2. എബ്രായർ 3:2 വായിച്ചേ, വേഗം വായിച്ചു. മോശ ദൈവവചനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാവുന്നു. മോശ എന്തുവായിരുന്നു? നാലാമത്തേതാണ് പറഞ്ഞേ. എവിടെ എവിടെ എവിടെ? ഓർത്തോണം. ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തത. വിശ്വസ്തതയ്ക്ക് നമുക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാൾ എൻ്റെ കയ്യിൽ 10 രൂപ ഏൽപ്പിച്ചു, അതൊരു വിശ്വസ്തതയാണ്. പക്ഷെ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു ലീഡർ ആകണോ? ഹൗസ് ഹോൾഡ്, അതായത് ദൈവ ഭവനത്തിലെ വിശ്വസ്തതയാണ് ദൈവം കാണുന്നത്. അതെപ്പോഴും മറക്കരുത്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് യാത്ര ആരംഭിച്ച സമയം മുതൽ എന്തുവാണ്? ദൈവത്തിന്റെ ഭവനം ആരംഭിച്ചു. എങ്ങനെ ദൈവത്തിന്റെ ഭവനം? ദൈവം എന്ത് ചെയ്തു? കൂടാരത്തിൽ എന്ത് ചെയ്തു? കൂടാരം അടിച്ചടിച്ചടിച്ചാണ് ഇവരുടെ മുമ്പോട്ടുള്ള പോക്ക്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. എന്താ? തന്റെ ജനത്തെ ഒരിക്കൽ പോലും ഈ മോശ അവഗണിച്ചിട്ടില്ല. ഒരിക്കൽ പോലും, അല്ലേ? ഒരിക്കൽ പോലും തന്റെ ജനത്തെ ഈ മോശ അവഗണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ മോശയുടെ ജീവിതഘട്ടത്തിൽ ഈ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട. വിശ്വസ്തതയെ കുറിച്ച് എവിടെയെങ്കിലും ഒരു സങ്കീർത്തനത്തിൽ ഒരു വാക്കുണ്ട്, ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. അതല്ല, ദൈവത്തിന്റെ, നമ്മുടെ വിശ്വസ്തതയെ കുറിച്ചാ പറയുന്നത്. 117 രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും. ദൈവത്തിന്റെ വിശ്വസ്തത. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വിശ്വസ്തതയെ കുറിച്ചാ പറയുന്നത്. ആർക്കെങ്കിലും പറയാമോ വിശ്വസ്തത? നമ്മുടെ ഇത്രയും പേർക്ക് എത്ര പേർക്ക് വിശ്വസ്തതയുണ്ട്? വിശ്വസ്തതയാ സാറേ. 12-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചേ. 12-ാം സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കണ്ടോ? ഇപ്പൊ നമ്മുടെ ഇടയിൽ വിശ്വസ്തരുണ്ടോ? കുറഞ്ഞു, അല്ലേ? അതെ, കുറഞ്ഞോ? കുറഞ്ഞു. വേദപുസ്തകം പറയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞില്ലേ തന്നെ, വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ വിശ്വസ്തന്മാർ, മനുഷ്യരുടെ ഇടയിൽ വിശ്വസ്തന്മാർ കുറഞ്ഞു. ആര് കണ്ടതാ? ദൈവം കണ്ട. അതുകൊണ്ടാണല്ലോ ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ വിശ്വസ്തന്മാർക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ വിശ്വസ്തത. ഇനി ഈ വിശ്വസ്തത നമുക്ക് എവിടെ കാണാം? വിശ്വസ്തത ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒരു ഫലമാണ്. പറയാവോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം ആരെങ്കിലും പറയാവോ? ആത്മാവിന്റെ ഫലങ്ങൾ എന്തെന്ന് പറഞ്ഞേ? സ്നേഹം, സന്തോഷം, സമാധാനം, അതിനകത്തൊരു വിശ്വസ്തത ഉണ്ടല്ലേ? ഇത് പരിശുദ്ധാത്മാവിന്റെ ഫലമാ കേട്ടോ. അതറിഞ്ഞില്ലായിരുന്നല്ലേ? അപ്പോൾ വിശ്വസ്തത ഇപ്പൊ നമ്മള് എന്തോ വേണ്ടിയത്? ആദ്യത്തെ ഏതൊക്കെയാ പറയുന്നേ? സ്നേഹം, സന്തോഷം, സമാധാനം. കർത്താവേ, ഇതെനിക്ക് തരണേ, ഇതെനിക്ക് തരണേ. പക്ഷെ വിശ്വസ്തതയോ? കണ്ടോ? അപ്പൊ നോക്കിക്കേ, ഇതിന്റെ കണ്ട ഇമ്പോർട്ടൻസ് കണ്ടോ? അപ്പോൾ വിശ്വസ്തത, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവ് ദാനമായി തന്നൊരു കാര്യമാണ് വിശ്വസ്തത. അത് എല്ലാ ഇടങ്ങളിലും നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, അതായത് വിവാഹം മാന്യവും കിടപ്പറ നിർമ്മലവുമായിരിക്കട്ടെ. അത് വിശ്വസ്തതയുടെ ഭാഗമാണത്. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതെല്ലാം. സോ ഫെയ്ത്ത്ഫുൾനെസ്, എല്ലാ മേഖലകളിലും അത് ഫെയ്ത്ത്ഫുൾനെസ് ആവശ്യമാണ്. സോ കാരണം എന്താ? ദാറ്റ് ഈസ് എ സ്പിരിച്വൽ ഗിഫ്റ്റ്. ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാത്. അതൊരു വരം. നമ്മൾ അത് ചോദിക്കാറുണ്ടോ? കർത്താവ് എന്നെ വിശ്വസ്തനാക്കണേ. നമ്മള് വിശ്വസ്തനാക്കണേ കർത്താവെ, ഓട്ടം ഓടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ടെന്നൊക്കെ നമ്മൾ പാടും. പക്ഷെ ദാറ്റ് ഈസ് അപ്പോ അതെന്തുവാ? ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് അല്ലെ? ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളിൽ ഒരു ഫലമാണ് വിശ്വസ്തത. പക്ഷേ വേദപുസ്തകം പറയുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞു പോകുന്നു. അപ്പൊ നോക്കിക്കേ, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ലീഡറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ഇതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ആ ലീഡർഷിപ്പിന്റെ ഒരു മോഡലിലൂടെ നമ്മൾ ആ ലീഡർഷിപ്പ് തീരുകയാണ്. പിന്നെ നമ്മൾ മാനേജ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ മനസ്സിലാക്കാനായിട്ട് പോകുന്ന ഒരു കാര്യം, മാനേജ്മെന്റിലേക്ക് നമ്മൾ പോവുക. സോറി, അപ്പം മാനേജ്മെന്റ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലോ, നമ്മൾക്ക് ഗോൾ സെറ്റിംഗ് എവിടൊക്കെ വേണം. ഒന്നാമത് പഠിച്ച ഏതായിരുന്നു? ഒന്നാമത് പഠിച്ച എന്തുവാ? അല്ലേ? അതിനുശേഷം പഠിച്ചത് എന്തുവാ? ശുശ്രൂഷ, സാമ്പത്തികം, ഭൗതികം, വിജ്ഞാനം, ഇതൊക്കെ പഠിച്ചു. ശുശ്രൂഷ. അപ്പൊ ഓർക്കെ, അപ്പൊ നമ്മുടെ ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം മാനേജ്മെന്റിലോട്ട് കയറാൻ. അപ്പം മാനേജ്മെന്റിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഈ ശുശ്രൂഷയും കുടുംബവും ഒരു ബാലൻസ്, അതായത് നിങ്ങൾ വേണമെങ്കിൽ ഒരു തലക്കെട്ട് എഴുതിക്കോ, ശുശ്രൂഷയുടെയും കുടുംബത്തിന്റെയും സന്തുലനം, അതായത് ഒരു ഇക്വിലിബ്രിയം, അതായത് ഒരു സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബാലൻസ് എന്ന് പറയാം. സോ നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും നമ്മുടെ ഫാമിലിയും, ഇറ്റ് ഹാസ് ടു ഗോ പാരലലി. മനസ്സിലായോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ മിനിസ്ട്രി, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഫാമിലിയും വളരെ പ്രധാനപ്പെട്ടതാ. സോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആവശ്യമാണ്. അതിന് അതാണ് ഒരു കാര്യം ഓർക്കുക, കുടുംബത്തെ ശുശ്രൂഷിക്കുന്നതും എന്തോ കേട്ടില്ല സാറേ. എഴുതാൻ തലക്കെട്ട് ഒന്നും കൂടെ പറയാമോ? ഹെഡ്ലൈൻ എഴുതാൻ പറഞ്ഞു. ശുശ്രൂഷയുടെയും കുടുംബത്തിന്റെയും സന്തുലനം, അല്ലെങ്കിൽ സന്തുലനം, അതായത് ഇത്രയേ ഉള്ളൂ. ബാലൻസ്, ഒരു ഇക്വിലിബ്രിയം എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുന്നവർ അങ്ങനെ എഴുതിക്കും. ഓക്കെ, പോവാണേ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണമേ, കുടുംബത്തെ ശുശ്രൂഷിക്കുന്നതും ക്രിസ്തീയ ശുശ്രൂഷ തന്നെയാണ്. അതിനകത്ത് ആർക്കെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പോൾ കുടുംബത്തെ ശുശ്രൂഷിക്കുന്നത് എന്തുവാ? അതൊരു ക്രിസ്തീയ ശുശ്രൂഷയാണ്, മറക്കരുത്. ഇവിടൊക്കെയാണ് ഈ അനേക അതായത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ശുശ്രൂഷകരുടെ ഇടയിൽ, അച്ഛന്മാരുടെ ഇടയിൽ, ഉപദേശിമാരുടെ ഇടയിൽ ഈ ബാലൻസ് ആണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ആണോ അല്ലയോ? ഇത് ഒരാളെ കുറിച്ചല്ല പറയുന്നത്. ആണോ അല്ലയോ? യെസ്, നിങ്ങൾ അല്ലെന്ന് പറയരുത്. അതിനകത്ത് എല്ലാം വരും. അതിനകത്ത് മോറൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട്, പിന്നെ കുടുംബമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അവരെ കെയർ ചെയ്യുന്നത്, അതുപോലെ അവർക്ക് വേണ്ടുന്ന സന്തോഷങ്ങൾ, അതിനകത്ത് എല്ലാം വരും. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഹാസ് ടു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം നമ്മൾക്ക്. അല്ലാതെ മുമ്പോട്ട് പോകരുത്. അവർക്ക് ആവശ്യമുള്ളത് എന്താണോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് അതിന് ഒരു ലിമിറ്റേഷൻ വെക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ആരോടായി പറയുന്നല്ലേ? ഓക്കെ, അപ്പം അതിനകത്ത് എല്ലാം വരും. അപ്പം ഞാന് നിങ്ങളെക്കാളൊക്കെ പ്രായത്തിൽ കുറവായതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ അങ്ങ് മിണ്ടുന്നില്ല. അതുകൊണ്ടാ ഞാൻ ആ ചില കാര്യങ്ങൾ അങ്ങ് വിടുന്നത്. സോ ഇപ്പം ഈ പലതിന്റെയും പുറകിലുള്ള അതായത് ദാമ്പത്തിക ജീവിതമാണ് പല പ്രശ്നങ്ങളുടെയും ഉറവിടം. പലതും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അവരുടെ അതായത് രഹസ്യ ജീവിതത്തിൽ അവരുടെ ഷെങ്കിലൊക്കെ ഒത്തിരി അപാകതകളാണ് പല ഫാമിലി ലൈഫിന്റെ ഫെയിലിയർ. പക്ഷേ പിന്നെ പറയും അത് അമ്മായപ്പൻ ഇങ്ങനെ പറഞ്ഞു, അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞു. ഇതൊന്നും അല്ല വിഷയം. ഇത് പലതും ഉടലെടുക്കുന്നത്
രഹസ്യ അറയിൽ തന്നെയാണ് പലതും സംഭവിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അതൊന്നും ഒന്നുമില്ലേ? ഊയ് ശരിയാണ് ശരിയാണ് പൂർണ്ണമായും ശരിയാണ്. ഓക്കെ. അപ്പോൾ കുടുംബത്തെ ശുശ്രൂഷിക്കുക ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ മിനിസ്ട്രി. മറന്നു പോകരുത്. ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ മിനിസ്ട്രി. എന്തുവാ? ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഫാമിലി ഈസ് എ ക്രിസ്ത്യൻ മിനിസ്ട്രി. മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇതിനി എന്ത് വരരുത്? നമ്മുടെയൊക്കെ വീടുകളിൽ പ്രശ്നങ്ങളുള്ള, ഇപ്പൊ ഞാൻ പ്രശ്നമില്ലാത്ത ഒരു ഫാമിലിയും ഇല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പിണക്കങ്ങളുണ്ട്, ഭർത്താക്കന്മാരായിട്ട് അല്ലെങ്കിൽ സഹോദരന്മാരായിട്ട്, അമ്മായിയപ്പൻ അമ്മായിയമ്മ, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ഇല്ലെന്ന് ആരും പറയരുത്, വിശ്വസിക്കത്തില്ല. കാരണം ഇറ്റ് ഇസ് എ ഫാക്ട്, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മളുടെ ഇടയിൽ ഒരു കാര്യം ഓർത്തോണം. എന്ത് സമാധാനം കെടുത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്റെ ഭാര്യയോട് ഇടപെട്ടാൽ മതി. ശരിയാണോ അല്ലയോ? അത്രേ ഉള്ളൂ. എന്റെ ഭാര്യ ആന ഇടയുന്ന പോലെ ഇടഞ്ഞാൽ എന്റെ സംഗതിയും താഴെ കിടക്കും. ശരിയാണോ? എല്ലാവരും ഇരിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? സോ നമ്മുടെ മിനിസ്ട്രിയും നമ്മളുടെ ഫാമിലിയും ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ ഒരു വാക്യം നിങ്ങൾ എഴുതിയെടുത്തോ. 1 തിമോത്തിയോസ് 3:5. അത് ആരെങ്കിലും വായിച്ചേ കാണാതറിയാമെങ്കിൽ പറഞ്ഞു. 1 തിമോത്തിയോസ് 3:5. ദിസ് ഈസ് ദ മെയിൻ ബേസ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ യുവർ മിനിസ്ട്രി ആൻഡ് യുവർ ഫാമിലി. എന്താണത്? തിമോത്തിയോസ് 3:5 പറഞ്ഞേ. കുടുംബത്തെ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഇതാ ചോദ്യം. ഇത് സ്വയം അങ്ങ് ചോദിച്ചാൽ മതി. ഇപ്പൊ അതാരാണോ വായിച്ചത് തന്നെത്താൻ അങ്ങ് ചോദിക്കണം. എന്നോട് ചോദിക്കരുത്. ഞാനിത് ഇറങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം. അതായത് ഇപ്പൊ ഒരിടത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കോണ്ടെക്സ്റ്റ്, നമ്മുടെ ഫാമിലി അല്ല നമ്മുടെ സഭ അല്ല, നമ്മൾ വേറൊരു ലെവലിലോട്ട് നമ്മൾ നീങ്ങുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്ത. അപ്പൊ ഭരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഭാര്യ അടിച്ചിടുന്നതല്ല ഭരണം എന്ന് പറയുന്നത്. ഓർത്തോണം കേട്ടോ. അതുകൊണ്ട് എന്താ, മക്കളെ കോപിപ്പിക്കരുത്. ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നതാ. നിങ്ങളൊരു കാര്യം ഓർത്തോണം, മക്കളെ കോപിപ്പിക്കരുതെന്ന് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് കോപിപ്പിക്കരുതെന്ന് പറയാൻ കാരണം? മക്കളെ കോപിപ്പിക്കരുതെന്ന് പറയാൻ കാരണം എന്താ? അതൊക്കെ ശരി ആന്റി. അതൊക്കെ ഒത്തിരി പിള്ളേരെ ഉപദേശിച്ച ആന്റി. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതായത് ഓരോരുത്തരോട്, അപ്പന്മാരോട് പറയുന്നു, അമ്മമാരോട്. അപ്പൊ ഇതിനകത്ത് അപ്പന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. എന്തായാലും കാരണം പറ. പാപം ചെയ്യരുത്. അതൊന്നും അല്ല. ആരാ പറഞ്ഞേ? പുതിയൊരു മുഖവാ. സൂസൻ. ഓക്കെ. പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, എന്താ അതിന് കാരണം? എന്തായിരിക്കാം അതിന്റെ കാരണം? കോപിച്ചാൽ പാപം ചെയ്യരുത്. അതൊന്നും അല്ല. ഞാൻ പറയാം. എന്താണെന്നറിയാവോ? ഒരു കുഞ്ഞ് വളരാൻ ദൈവം വളരാനുള്ള ഒരാത്മാവിനെ ദൈവം ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനെ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്? അതിനെ മുറിപ്പെടുത്തരുത്. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഭാഷയെ പറയട്ടെ, നമ്മുടെ ഭാഷയെ പറയാമെങ്കിൽ മക്കളെ ചൊറിയരുത്. മനസ്സിലായോ? അയ്യോ, അത് ഞങ്ങളുടെ ഭാഷയില്ല, ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയാണ്. ഓക്കെ. അപ്പം അതെ ടീച്ചർ പറഞ്ഞ കറക്റ്റ്. അപ്പൊ മക്കളെ എന്ത് ചെയ്യരുത്? ചൊറിയാൻ പോകരുത്. പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താ? ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ദൈവം അതായത് ആ കുഞ്ഞ് ചിലപ്പം തെറ്റ് ചെയ്യും, ഉടനെ എന്ത് ചെയ്യരുത്? അതിനെ അടിച്ചങ്ങ് ഒതുക്കരുത്. ദൈവം അവരെ വളരാൻ അവരിൽ ഒരു പ്രത്യേക ഒരു സാധനം ഇട്ടുകൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അവരിലൊരു അതാണ് അവരെ വളർത്തുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു അവർ ബോൾഡ് ആകുന്നതൊക്കെ ഈ ഘട്ടങ്ങളില് പിള്ളേരുടെ വളർച്ചയെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, പഠിച്ചിട്ടുള്ളതൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ഓരോ സ്റ്റേജസ് ഗ്രോത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഇപ്പൊ അവർക്ക് ചിലരോട് താല്പര്യം കാണും, പക്ഷേ ആ താല്പര്യം ഒരിക്കലും എന്ത് ചെയ്ത് ശാസിച്ച് അതിനെ കെടുത്തിക്കളയരുത്. സോ ഗോഡ് ഹാസ് ഗിവൺ എ സ്പിരിറ്റ്. എന്തിനാണ്? സ്പിരിറ്റ് ഓഫ് ഗ്രോത്ത്. അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. വളരാനുള്ള ഒരാത്മാവിനെ അവരിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ദൈവം കൊടുത്തതാ. അപ്പം ഇതെന്താണ്? അതായത് ഈ പണ്ട് യഹൂദന്മാരുടെ ഇടയിലൊക്കെ ഒരു പണ്ടത്തെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത, അതായത് ഈ ചിലര് മക്കളെ വളർത്തുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പാരമ്പര്യമായിട്ട് ചില വിഷം കുത്താൻ വേണ്ടിയിട്ടാ മക്കളെ വളർത്തുന്നത്. അതായത് പാരമ്പര്യമായി വന്ന ഒരു ചിലര് പറയുന്നുണ്ട്, എടാ നമ്മുടെ കുടുംബത്തിന്റെ ഭാര്യമോ എന്താ പറഞ്ഞേ, തിരിച്ച് പറഞ്ഞ രണ്ടെണ്ണം പൊട്ടിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം. ചിലര് മക്കളെ വളർത്തുന്ന അതിനു വേണ്ടിയിട്ടാ, പാരമ്പര്യത്തിന്റെ മഹിമെന്ന്. പക്ഷെ അതിനൊന്നും അല്ല നമ്മൾ മക്കളെ വളർത്തേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഡു നോട്ട് ക്വെഞ്ച് ദെയർ സ്പിരിറ്റ്. മനസ്സിലായോ? അതിനെ ഞെക്കിക്കളയരുത്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യണം? അത് നമുക്കത് ശരിയല്ല എന്ന് തോന്നിയാൽ അതിനെന്ത് ചെയ്യണം? വേറെ വഴിയിലൂടെ നമുക്കതിനെ ഡൈവേർട്ട് ചെയ്ത് വിടണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചോദ്യമുണ്ട് ഷെറിൽ സാറേ. ഇതിനകത്ത് പറഞ്ഞ ടീച്ചറെ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും, എന്താണ് ആ വാക്കിനർത്ഥം? ബാലശിക്ഷയിലും എന്ന് പറയുന്നത്, ബാലശിക്ഷ എന്ന് പറയുന്നത് അത് കർത്താവിനോടുള്ള അനുസരണം എന്നുള്ളതാണ്. കർത്താവിനോടുള്ള അനുസരണത്തിൽ വളർത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല എന്നതിന്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു. മനസ്സിലായോ? അതായത് എന്റെ ഇഷ്ടം എന്റെ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കുക, അതല്ല ബാലശിക്ഷ എന്ന് പറയുമ്പോൾ. ഓർക്കുക, ഇപ്പം ദൈവം എങ്ങനെയാ ചെയ്യുന്നത്? നമുക്ക് സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ തന്റെ വടിയും കോലും കൊണ്ട് അവൻ നമ്മെ എന്ത് ചെയ്യുക? ആശ്വസിപ്പിക്കുകയാണോ അടിക്കുകയാണോ? പക്ഷെ ആ ശാസനം എന്തായിരിക്കണം? ആശ്വാസമാണ്. മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം നമ്മെ പല പ്രയാസങ്ങളിലൂടെ അടിക്കുമ്പോൾ ഫൈനലി ഇപ്പൊ നമുക്ക് ആദ്യം ദേഷ്യം തോന്നും, പക്ഷെ അത് അവസാനം എന്ത്? എൻഡ് റിസൾട്ട് ഷുഡ് ബി ആശ്വാസം. മനസ്സിലായോ സാറേ? ഒരു കാര്യം കൂടെ, അപ്പൊ അത് തന്നെയാണോ വടിയെ സ്നേഹിക്കുന്നവൻ തന്റെ പുത്രനെ സ്നേഹിക്കും? യെസ്, അതെ ടീച്ചർ. ഓക്കെ, താങ്ക് യു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു വലിയ സന്തോഷത്തോടെ പറയുക, ഈ പറഞ്ഞ ടീച്ചറാണ് എന്നെ 3 വർഷം തല്ലി പഠിപ്പിച്ച ടീച്ചർ, കേട്ടോ. ഓക്കെ, ഈ ടീച്ചറാണ് എന്നെ 3 വർഷം എന്നെ തല്ലി പഠിപ്പിച്ച ടീച്ചർ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് പഠിപ്പിക്കേണ്ടതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പറഞ്ഞതാ. അല്ലാതെ ഉള്ളിൽ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് പേടിയായി. അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല, അവരെന്ത് ചെയ്യാണ്? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവരവസാനം തിരിച്ചറിയണം, എന്റെ അപ്പ എന്റെ അമ്മ എന്നെ ശാസിച്ചത് എനിക്ക് ആശ്വാസമായി. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? അവരാദ്യം ചിലപ്പോ ഒക്കെ മറുതലിച്ചെന്ന് വരും, സാരമില്ല. അപ്പൊ ഇതെന്താ ദൈവം? അതുകൊണ്ട് എന്താണ് നമ്മൾ പാട്ട് പാടത്തില്ലേ? ബാലശിക്ഷ നൽകുമൻ അപ്പനും, അല്ലേ? നല്ല പാട്ടുകാരുണ്ട് ഇതിനകത്ത്, ഒത്തിരി നല്ല പാട്ടുകാരുണ്ട്. ഓക്കെ, അപ്പം എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ എന്തോ ബാലശിക്ഷ നിരസിക്കുന്ന ഒരു വ്യക്തി ആരാന്നാ പറയുന്നത്? മക്കളുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുമ്പോ അതിനെ വേണ്ടാന്ന് വെക്കുന്നവരാരാ? കൗലടയന്മാർ. കൗലടയൻ, അതായത് ജാരസന്തതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലോട്ട് പോകുന്നില്ല. നമ്മളുടെ വിഷയം ഇതാണ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അപ്പം കുഞ്ഞുങ്ങൾ, അപ്പം ദൈവം എന്നെ അടിച്ചു, എനിക്ക് പല അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫൈനലി
അതെനിക്ക് എന്തായി മാറി? പിന്നീട് സമയങ്ങൾ കഴിഞ്ഞപ്പം ഇപ്പം എന്നെ അടിച്ച് എന്നെ വഴക്ക് പറഞ്ഞ് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ടീച്ചർ എന്നെ ഒത്തിരി അടിച്ചിട്ടുണ്ട്, അല്ലെ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടി, ഞങ്ങൾ ഇവിടുന്ന് ഓടും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഫൈനലി ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് ഈ ടീച്ചർ ഒരു പക്ഷെങ്കിൽ ഇരുന്ന് കരയുന്നുണ്ടാവും. കാരണം ഞാൻ പഠിപ്പിച്ച എൻ്റെ മകൻ ഇത്രയും എന്നെ വളർന്നോ എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായി മാറി? അതെന്നെ ആശ്വസിപ്പിച്ചു. സി, ഇറ്റ് ഹാസ് ടു ഫൈനലി കംഫർട്ട്. ഏതൊരു ശാസനയുടെയും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് കംഫർട്ടാണ്. അതുകൊണ്ട് മക്കളെ നമ്മൾ ശാസിക്കുമ്പോൾ ഓർക്കുക, അവര് നമ്മുടെ അടുക്കൽ വന്നിട്ട് പറയണം, അമ്മ എന്നെ ശാസിച്ചത് എനിക്ക് പ്രയോജനമായി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഓക്കെ, നല്ല കാര്യം. അതാരാ പറഞ്ഞേ? സ്തോത്രം പറഞ്ഞേ? ടീച്ചർ തന്നെയാ. അയ്യോ എന്റെ പൊന്നെ. ഓക്കെ, പോകാം. അപ്പോൾ അതാണ് അതിന്റെ. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ വടിയും കോലും നമ്മൾ എടുക്കുന്നത് എന്തിനാണ്? അത് ആശ്വാസമാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ അതൊരു കാരണവശാലും ബാധിക്കരുത്. അത് അവനാണെങ്കിലും അമ്മയാണെങ്കിലും ശരി. ഒരു കാര്യം ഓർക്കുക, ദൈവം ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞ് വളരാനായിട്ട് ആ കുഞ്ഞിലൊരാത്മാവിനെ, വളർച്ചയുടെ ഒരു ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. അതിനെ ഒരിക്കലും തന്നെ എന്താ പറയുന്നത്, തല്ലിക്കെടുത്തരുത്. അപ്പോൾ ഇപ്പം ചിലരുണ്ട്, എന്നാലും അവരവരുടെ വഴിക്ക് പോകും. അതിന് വേറെ മരുന്നുണ്ട്. അതിന് വേറെ ഒരു മരുന്നെന്ന് പറയുന്നത്, അവർ ചിലപ്പോൾ അവരുടെ വഴിക്ക് പോയെന്ന് വരും, പക്ഷെ നിരന്തരമായ. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. ഒരു 3-ാം അധ്യായത്തിൽ നമ്മൾ ഒരു കാര്യമുണ്ട്, അല്ലേ? നമ്മള് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ട്, മക്കളെ കുറിച്ച് പറയുമ്പോ. മക്കൾക്ക് വേണ്ടി നിലവിളിക്കണമെന്ന്. അപ്പൊ ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയോ? മതി. അപ്പൊ പാട്ട് പാടുന്ന ഇപ്പൊ ഇത് ക്ലാസ് ആണോ അതോ വേറെ വല്ലതും ആണോ എന്ന് ആർക്കറിയാം, അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? അപ്പം ഇനി ചില മക്കൾ അനുസരിച്ചില്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യണം? രാത്രിയുടെ ആമാരംഭത്തിൽ എഴുന്നേറ്റ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലവിളിച്ചാൽ, ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, അവർ വഴി തെറ്റിയാലും അവരെ തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ ജയത്തോടെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? മക്കൾ ചിലപ്പോൾ തെറ്റിപ്പോയെന്ന് വരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ശാസനയ്ക്ക് അപ്പുറത്ത് കുഞ്ഞുങ്ങൾ പോയെന്ന് വരാം. പക്ഷെ രാത്രിയുടെ ആമാരംഭത്തിൽ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? വഴിത്തലയ്ക്കൽ. അവിടെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വഴിത്തലയ്ക്കൽ. അതായത്, എന്റെ പൊന്നു കർത്താവേ, എന്റെ കുഞ്ഞ് ബാംഗ്ലൂരില്ല, അല്ല എന്റെ കുഞ്ഞ് ഇന്നടത്താ, അവൻ ഇന്ന കോഴ്സിനാ പഠിക്കാൻ പോയിരിക്കുന്നത്. കർത്താവെ, വേണ്ടാത്ത കൂട്ടിനകത്ത് അവനെ അകപ്പെടുത്തരുത്. ഇനി ഒരു കാര്യം ഓർത്തോ, അവൻ ആ കൂട്ടിനകത്ത് അകപ്പെട്ടാലും അവനെ അതിൽ നിന്ന് ദൈവം തിരിച്ചറിവ് കൊടുത്ത് അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ രാത്രിയുടെ ആമാരംഭത്തിലുള്ള ഒരമ്മയുടെ പ്രാർത്ഥനയുടെ നടുവിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും നാള് മക്കളെ പോറ്റിയിട്ട് എന്റെ പൊന്നു കർത്താവ്, ഈ ഒരു ചെറുക്കനിൽ നിന്ന് വേണമല്ലോ ഇതെല്ലാം കേൾക്കേണ്ടി വന്നെന്ന് ഓർക്കുമ്പോ എന്തൊരു ദുഃഖം, അല്ലേ? അതെ, അങ്ങനെയാണ് വളർത്തിയത്. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. അപ്പം അതായത് ഇനി ഇതിന്റെ ബേസ്, നമ്മുടെയൊക്കെ ശുശ്രൂഷയുടെ ബേസ് എവിടുന്നാണ്? ഓർക്കണം, എന്താണെന്നറിയാമോ? ഞാൻ പ്രസംഗിക്കുന്നത് കുടുംബത്തിൽ നിന്ന് വേണത് തുടങ്ങാൻ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രസംഗിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണം? കുടുംബത്തിൽ തുടങ്ങണം. കുടുംബത്തിൽ. കേട്ടില്ല, എന്തോ? കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ഇത് എവിടെ നിന്നാ തുടങ്ങേണ്ടത്? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒറീസയിൽ പോയി ഒരു നല്ല മിഷണറി വേലയെ നല്ലതാ, പക്ഷെ നമ്മുടെ സ്വന്തം കുടുംബത്തിലും നമ്മുടെ സ്വന്തം ദേശത്തും സാക്ഷ്യമില്ലെങ്കിൽ പിന്നെ ഈ ചെയ്തത് കൊണ്ട് വലിയ കഥയൊന്നുമില്ല. അപ്പൊ അതിനൊരു പെയിൻ എടുക്കണം. അപ്പൊ അതൊരു പെയിൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ സാക്ഷ്യം ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ പറയാൻ പോയാല് ഒത്തിരി കാര്യങ്ങൾ നമ്മള് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയേണ്ടത്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വളരെ വിനീതമായി ഞാൻ പറയാം,
അറിയാമെന്നുള്ള ഒരു ഭാവേന പറയല്ല. ഒരു കാര്യം ഓർത്തോണം, ഞാൻ 2 കൈയും കൂപ്പി പറയുക, അറിയാമെന്നുള്ള ഭാവേന പറയുന്നതല്ല. പക്ഷെ ഒരു കാര്യം ഓർത്തു, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ എ ഫെയിലിയർ, നിങ്ങൾ ഒരു ഫെയിലിയർ ആയ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാര്യം ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു തരാം. എന്നാന്നറിയാമോ? നമുക്കൊരു കർത്താവ് ഈ ഫെയിലിയറുകളെ എല്ലാം അതിജീവിച്ച് അപ്പുറത്ത് ജയത്തോടെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ തോറ്റുപോയാലും നമ്മളെ ജയിപ്പിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് മറക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ തോറ്റുപോയി എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് സ്വയം ജയിക്കാനുള്ള കഴിവില്ല. പക്ഷെ നമ്മെ നാളെ അടുത്ത ഒരു സമയത്ത് നമ്മെ ജയത്തോടെ നിർത്താൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അത് കാരണം ഈ സകല ഫെയിറും കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ആ ഫെയിലിയർ മാനേജ്മെന്റിലോട്ടൊക്കെ വരും. അപ്പൊ ഞാൻ അതിൽ അന്നേരം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇനി അപ്പോൾ നമ്മുടെ ഫാമിലിയും മിനിസ്ട്രിയും ഇറ്റ് ഹാസ് ടു ഗോ, അത് വളരെ പാരലലി പോകേണ്ട ഒരു കാര്യമാണ്. ഒന്നിനും ഒരു പ്രയാസം വരുത്തരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുക. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ വീണ്ടും ചില കാര്യങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അതായത് ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് ചില സാഹചര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, നികത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതെനിക്ക് ഒത്തിരി പറയേണ്ടതാ, പക്ഷെ നമ്മളുടെ ആ ടൈമിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും നേരം ഞാൻ ഒത്തിരി അങ്ങ് കുറയ്ക്കുക, പല കാര്യങ്ങൾ അങ്ങ് കുറയ്ക്കുക. അപ്പം ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ഫാമിലി ലൈഫും നമുക്ക് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയും നമ്മളെപ്പോഴും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അത് മറക്കരുത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടുണ്ട്. കാരണം നമുക്കിനിയും അധികം ക്ലാസ്സുകൾ ഇല്ലല്ലോ. അപ്പോൾ ഈ കുടുംബ കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഫാമിലി ആത്മീകമായിട്ട് ഈ ഒരു നിലയിൽ ഉയരണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നിലയിൽ എത്തണം. നമ്മുടെ ഒരു ആഗ്രഹമാണ്. അവരോട് പറയണമെന്നൊന്നുമില്ല, നമ്മളത് ആഗ്രഹിക്കുക. ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല മരുന്ന് രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. അതുകൊണ്ട് ദൈവം പല വിഷയങ്ങൾക്ക് നമ്മൾ പോലും അറിയാതെ മറുപടി തരും. ഇനി നമ്മൾ തോറ്റുപോയാലും നമ്മളെ അവസാനം ജയിപ്പിക്കും. നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഇനി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പറയേണ്ടതായിട്ട് ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം അതൊക്കെ വിടുക. അതുകൊണ്ട് നമ്മൾ ഇനിയും പോകുന്നത് മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കാവും. മാനേജ്മെന്റ് അതിപ്പോ ഇനി അതൊരു അടുത്ത ടോപ്പിക്കാണ്. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഇതിനൊരു അല്പ സ്പേസ് നിങ്ങളുടെ നോട്ട്സിനകത്ത് നിങ്ങൾ വിടണം. കാരണം ചില കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നോട്ട്സിലൊക്കെ അയക്കാം, അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിനകത്ത് ഞാൻ പറഞ്ഞു തന്നോളാം. എന്നാല് ഞാൻ മാനേജ്മെന്റിലേക്ക് പ്രവേശിക്കുക. ഇതിപ്പോ നമ്മൾ എത്രാമത്തെ ക്ലാസ്? 3-ാമത്തെ ആണോ അതോ അല്ലെ? 3-ാമത്തെ, സോറി 4-ാമത്തെ. ഓക്കെ, ക്ലാസ്സായി. അപ്പം ഇതിപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയം കുറച്ചുകൂടെ ഉള്ളു, എന്നാലും ഇതൊന്ന് തുടങ്ങാൻ പോവാണ്. മാനേജ്മെന്റ്. ഇപ്പൊ മാനേജ്മെന്റ് മലയാളത്തിൽ എന്താ പറയുന്നേ? മാനേജ്മെന്റിന് മലയാളത്തിൽ എന്താ പറയുന്നേ? അതല്ല, ക്രമീകരിക്കുക, ക്രമീകരണം. നല്ല ആടിന്റെ ഒക്കെ ശബ്ദം കേൾക്കാം, നല്ല ശബ്ദം. അപ്പോൾ മാനേജ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാര്യനിർവഹണം. കേട്ടോ? എന്താ പറഞ്ഞത്? കാര്യനിർവഹണം. മാനേജ്മെന്റ്, കാര്യനിർവഹണം. ഓക്കെ, ക്രമീകരണം എന്നുള്ളതല്ല, കാര്യനിർവഹണം. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇപ്പൊ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ.
നമുക്ക് പോകാം. അപ്പം അപ്പൊ ഈ കാര്യനിർവഹണം അല്ലെ മാനേജ്മെന്റ് ഇതാണ് അതിന്റെ നമ്മളുടെ ഈ രണ്ടാമത്തെ നമ്മളിപ്പോ ലീഡർഷിപ്പിന്റെ ഒരു ഭാഗമാണ്. ഒത്തിരിയും ഇനി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് വേദപുസ്തകാടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മൾ അവിടെ നിർത്തി ഇനി മാനേജ്മെന്റിലോട്ട് പോവാം. അപ്പം മാനേജ്മെന്റിന് വേണ്ടിയ കുറെ കാര്യങ്ങളുണ്ട്. എന്തെല്ലാം മാനേജ്മെന്റ് നിങ്ങൾക്ക് അറിയാം? ഒന്ന് പറയാമോ? ചില കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ്, മാനേജ്മെന്റിന് അകത്ത് വരുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേക്കത്തില്ല, ഇടയ്ക്ക് ടൈം മാനേജ്മെന്റ്, ഓക്കെ. അപ്പം ഇതെല്ലാം ഇതിനകത്ത് വരും. ടൈം മാനേജ്മെന്റ് ഉണ്ട്. നമ്മൾ വേറൊരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ട്, സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ട്. സ്ട്രെസ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്ട്രെസ്സുകൾ, അതായത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ നമുക്ക് മാനേജ്, അതൊരു മാനേജ്മെന്റ് ആണ്. പിന്നെ നമുക്ക് പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഉണ്ട്. എല്ലാവരും ഫോണിനകത്താ കുത്തിയകത്തിരിക്കുക അല്ലെ? അപ്പോൾ അതിനൊക്കെ ഒരു മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണ്. ടൈം മാനേജ്മെന്റ് ആവശ്യമാണ്. അപ്പം എന്തിനാണ് ഈ മാനേജ്മെന്റ് ആവശ്യം? ഒരു കാര്യം നിർവഹിക്കുവാൻ. അപ്പൊ നോക്കിച്ച്, ഞാൻ അതിന്റെ ഡെഫിനിഷനിലേക്ക് പോവാണ്. വാട്ട് ഈസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് കാര്യനിർവഹണം? നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, എന്താണ് കാര്യനിർവഹണം? അതായത് എന്തോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോൾ മാനസികവും ഭൗതികവും ആത്മീകവുമായ വിഭവശേഷികളുടെ ശരിയായ ഉപയോഗത്തിലൂടെ ദൈവിക ഉദ്ദേശങ്ങളും പദ്ധതികളും പൂർത്തീകരിക്കുന്ന പ്രക്രിയയെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ കാര്യനിർവഹണം എന്ന് പറയുന്നു. ഒന്നുകൂടെ പറയാമേ? മാനുഷികവും, എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, മാനുഷികവും ആത്മീകവുമായ വിഭവശേഷി. അതായത് വിഭവശേഷി എന്താ പറയുന്നത്? വിഭവശേഷി, എക്സലന്റ്. അപ്പോൾ മാനുഷികവും ഭൗതികവും ആത്മീകവുമായ റിസോഴ്സുകൾ എങ്ങനെയാണ്? ശരിയായ ഉപയോഗത്തിലൂടെ ദൈവിക ഉദ്ദേശങ്ങളും പദ്ധതികളും പൂർത്തീകരിക്കുന്ന പ്രക്രിയയെ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ കാര്യനിർവഹണമെന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലായി പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മള് ഒരു IIM നിന്ന് പഠിക്കുന്ന ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റും നമ്മളും വലിയ വ്യത്യാസമുണ്ട്. അത് വേറെ തരത്തില്ല, അത് അക്കാഡമിക്കലി. എന്നാൽ ഇത് നമ്മൾ എന്താണ്? ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ, ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, മാനുഷികവും ഭൗതികവും ആത്മീകവുമായ റിസോഴ്സസ്, വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവിക ഉദ്ദേശങ്ങളുടെയും പദ്ധതികളുടെയും ഉപയോഗത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ആ പ്രക്രിയ, അതൊരു പ്രക്രിയ, ദാറ്റ് ഇസ് എ സിസ്റ്റം, അതൊരു പ്രക്രിയ. അത് ഏത് പശ്ചാത്തലത്തിലാണ്? ക്രിസ്തീയ പശ്ചാത്തലത്തിൽ. കണ്ടോ? ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ, ഭൗതികവും ആത്മീകവുമായ വിഭവങ്ങളെ ശരിയായ വിധത്തിൽ ദൈവോദ്ദേശത്തിന് ഉപയോഗിക്കുക, ഇതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷ് ഡെഫിനിഷൻ ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, പിന്നെ ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ, അല്ലെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ കാര്യങ്ങളൊക്കെ അതായത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന വേറൊന്നിനുമാണെന്ന് കരുതരുത്. ഇതൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടോ? അത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? കാരണം എനിക്ക് ആകെ 2 പേരാണ് ഇതിനൊരു ഫീഡ്ബാക്ക് തരണമെന്ന് പറഞ്ഞു. 2 പേര് തന്നു. അവര് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം നമ്മൾ അനുദിനം നമ്മള് മരണം വരെയും നമ്മൾ സ്റ്റുഡൻസാ അല്ലേ? ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു മനസ്സ്, ഇപ്പൊ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ആ ടീച്ചർ ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് അല്ലേ? അപ്പൊ നമ്മളിൽ ഒരു സ്റ്റുഡന്റിന്റെ എപ്പോഴും വി ആർ സ്റ്റുഡൻസ്. നമ്മൾ ഒരിക്കലും പഠിച്ച് തികഞ്ഞവരാകുന്നില്ല.
അപ്പോൾ അതാണ് സ്പിരിച്വൽ ഗ്രോത്ത്. ഇപ്പം എന്നെ പഠിപ്പിച്ചതാ, പക്ഷെ എന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളതല്ല നമ്മുടെ മനോഭാവം. നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണ്? ഈ ഇത്രയും കാര്യങ്ങള് ഇത് വളരെ പ്രയോജനപ്പെടും എന്ന് കരുതിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മള് ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഓർത്തോണം, നമുക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ചില സ്പേസ് ഉണ്ട്. നമ്മൾ പോയോ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്കൊരു സ്പേസ് ഉണ്ട്, ദൈവം നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ദൈവമഹത്വത്തിന് വേണ്ടി. അതുകൊണ്ട് മാനുഷികവും ഭൗതികവും ആത്മീകവും. അപ്പൊ ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് തരാം ആന്റി, കേട്ടോ? അതുകൊണ്ട് ഓക്കെ. അപ്പൊ ഓർക്കുക, ഇനി നമ്മൾ ഈ ഡെഫിനിഷനെ ഒന്ന് ഇതിന് നമ്മളത് പഠിക്കാൻ പോവാം. ഒന്നാമത്തേത്, അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള 3 കാര്യങ്ങൾ, ഈ ഡെഫിനിഷൻ അകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ഡെഫിനിഷനെ ഞാൻ കീറുമുറിക്കാൻ പോവാം. അതായത് ബൈസെക്ഷൻ അല്ലെ, ഒരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും, ബൈസെക്ട് ചെയ്ത് പഠിക്കുന്നത് പോലെ നമ്മൾ പഠിക്കാൻ പോവാം. ഒന്നാമത്തേത്, അപ്പോൾ കാര്യനിർവഹണം ഒരു പ്രക്രിയയാണ്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്, മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് പ്രോസസ് എന്ന് പറയുന്നത്? പടിപടിയായ പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖലയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് വരിക. ഇനിയും അതാണ് കാര്യനിർവഹണം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ്. പ്രോസസ് എന്ന് പറയുന്നത് എന്തുവാ? പടിപടിയായ പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല. നമ്മൾ അതിലേക്ക് വരും, കേട്ടോ? ഇനി രണ്ടാമത്തേത് എന്താ, നമ്മൾ ആ ഡെഫിനിഷനിൽ ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇനി രണ്ടാമത്തെ എന്താന്ന് ആർക്കെങ്കിലും പറയാമോ? പറയാമോ? രണ്ടാമത്തെ എന്തെങ്കിലും പറയാമോ? നമ്മൾ ആ പഠിച്ച ഡെഫിനിഷനകത്തുണ്ട്. ഒന്ന്, ഇത് പ്രക്രിയയാണ്. രണ്ടാമത്തെ എന്താണ്? കേട്ടില്ല. കേട്ടില്ല വാക്കിന്. രണ്ടാമത്തെ എന്താണ്? വിഭവങ്ങളുടെ ശരിയായ വിനിയോഗം. ഓക്കെ, അതെ, വിഭവങ്ങളുടെ ശരിയായ വിനിയോഗം, അതാണ് അതിനകത്ത് രണ്ടാമത്. അപ്പം നമുക്കുള്ള വിഭവങ്ങൾ എന്താ? മാനുഷികവും ഭൗതികവും ആത്മീയവും. അല്ലല്ല, അങ്ങനല്ല. അതല്ല. അപ്പൊ നമുക്കുള്ള വിഭവങ്ങൾ എന്താ? സമയമുണ്ട്, ആരോഗ്യമുണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിള് ഒരു പള്ളി എടുത്തേ. അപ്പൊ നമുക്കൊരു സഭ, ഒരു കെട്ടിടം നമുക്കൊരു വിഭവമാണ്, അല്ലേ? അതുപോലെ സ്ഥലം അതൊരു വിഭവമായല്ലേ? അല്ലേ? പുസ്തകങ്ങൾ നമുക്കൊരു വിഭവമായല്ലേ? അപ്പം എല്ലാം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങളാണ്, ഓർത്തോണം. അപ്പം ഇതിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കുക, അതാ അതിന്റെ സത്യം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അത് മുഴുവനും വിറ്റുമുടിപ്പിക്കുന്നതല്ല. ഇപ്പം എനിക്കൊരു 5 സെന്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ആ സ്ഥലം വിറ്റുമുടിപ്പിക്കുന്നതാണോ വിഭവശേഷിയുടെ ഉപയോഗം എന്ന് പറയുന്നത്? അല്ല. അതിന് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ ഇരട്ടിപ്പിക്കുക. ഇതൊക്കെയാണ് വിഭവശേഷികളുടെ. ഇനി മൂന്നാമത്തെ എന്താണ്? ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റുക, മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഡെഫിനിഷനെ പഠിക്കാൻ ഏറ്റവും എളുപ്പം ഒന്നാമത്തേത് കാര്യനിർവഹണം ഒരു പ്രക്രിയയാണ്. രണ്ടാമത്തേത് വിഭവങ്ങളുടെ ശരിയായ വിനിയോഗമാണ്. മൂന്നാമത്തേത് ദൈവിക ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പോയോ? സമയമായോ? ഇനി ഞാന് ഒരു ഉദാഹരണം ആരെങ്കിലും ഒരാൾ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിച്ചേ, വേഗം വായിച്ചേ. ഉൽപ്പത്തി
പുസ്തകം 1:28. ദൈവം ദൈവം അവരെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ആകാശത്തിലെ പർവ്വജാതികളിൽ കേൾക്കത്തില്ല. ഒരാൾ വായിച്ചേ, കേൾക്കുന്നില്ല. ഒരാൾ വായിച്ചേ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പം ഈ ഒരു വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി അല്ലെ, എന്നിട്ട് എന്താ പറയുന്നത്? അതിനെ അടക്കി സമുദ്രത്തിൽ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിമേലും സകല ഭൂചര ജന്തുവിൻ മേലും വാഴുവീൻ കൽപ്പിച്ചു. അപ്പൊ നോക്കിക്കേ, ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ഓർക്കണം. അപ്പം ഇവിടുത്തെ വിഷയം നമ്മൾ ഇതിനെ ഒന്ന് പഠിക്കാൻ പോയി. ഈ ഒരു വാക്യത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഓർക്കണം. നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം എന്താ? നമ്മളവിടെ വാക്ക് കണ്ടോ? അത് ഒന്നുകൂടെ വായിച്ചേ ടീച്ചറെ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഒന്നാമത്തെ കാര്യം സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക. അതാണ് വിഭവങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഉണ്ടോ? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്ന് പറയുന്നതാണ് എന്ത്? വിഭവങ്ങളുടെ പരമാവധി വർധനവാണ്. അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അവിടെ കാണുന്നതെന്ന് അറിയാമോ? അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് കാണുന്നത് എന്തുവാ? അവിടെ രണ്ടാമത് കാണുന്നത് അതിനെ അടക്കി. അപ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? അതായത് അതിനെ അടക്കുക എന്ന് പറയുമ്പോ എന്തുവാ? അതിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? കേട്ടില്ല, പറഞ്ഞേ. നിയന്ത്രിക്കുക. അപ്പം അതാണ് അടക്കുക എന്ന് പറയുന്നതിലൂടെ. അപ്പോ ഒന്നാമത്തേത് സന്താനപുഷ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? വിഭവങ്ങൾ. രണ്ടാമത്തെ എന്താണ്? അടക്കുക. അപ്പൊ എന്ന് പറയുമ്പം എന്തുവാ? അതിനെ തോന്നിയ വിധത്തിൽ അതിനെ അഴിച്ചുവിടുക എന്നാണ് അതിന്റെ അർത്ഥം? അല്ല. അപ്പോൾ അതിനെന്ത് വേണം? ഒരു ക്രമം ഉണ്ടാകണം, അല്ലെ? അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? വാഴുന്നതിലൂടെ. അപ്പൊ നമ്മൾ കാണുന്നത് എന്തുവാ? എന്ത് ചെയ്യണം? വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പം വാഴുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ഭരണം നടത്തുക എന്ന് പറയുമ്പോ എന്താണ്? അതിനെ അടിച്ചമർത്തുക എന്നുള്ളതല്ല. പിന്നെ എന്തുവാണ്? ദൈവത്തിന്റെ ഉദ്ദേശത്തിനു വേണ്ടി ഇവ വളരുന്നുണ്ടോ എന്ന് നാം നോക്കുക. അപ്പം ഇതാണ് ഈ കാര്യനിർവഹണത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നാമത്തേത് വിഭവശേഷിയുടെ ഒരു വർധനവാണ്. രണ്ടാമത്തേത് അതിനെ അടക്കുന്നതിലൂടെ എന്താണ്? ഒരു അച്ചടക്കം കൊണ്ടുവരുന്നു. മൂന്നാമത്തേത് വാഴുന്നതിലൂടെ ഒരു ദൈവത്തിന്റെ ക്രമം ഇവിടെ നടത്തപ്പെട്ടു. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കേ. അപ്പൊ 1 കൊരിന്ത്യർ 12:28 വായിക്കും. 1 കൊരിന്ത്യർ 12:28 വായിച്ച്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. 12:28 വായിച്ചത്. 1 കൊരിന്ത്യർ ഒന്നുകൂടെ വായിച്ചേ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തി. അപ്പൊ ദൈവം ഇത് എന്ത് ചെയ്തു? ദൈവം ഓരോരുത്തരെ നിയമിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഓരോ വരങ്ങളും. എന്തിനാ ഇതൊക്കെ നിയമിച്ചത്? സഭയിൽ ഓരോരുത്തരെ നിയമിച്ചു എന്ന് പറയുന്നത് എന്തിനാ നിയമിച്ചത്? എന്തിനാ നിയമിച്ചത്? പെട്ടെന്ന് പറ. പദ്ധതികൾ നടപ്പാക്കാൻ. അല്ല, അതിന്റെ അർത്ഥം എന്താ? ഭരിക്കാനല്ലേ? അതെ. അപ്പൊ ഇതാണ് കാര്യനിർവഹണം.
അപ്പം ഒരു കാര്യം ഓർത്ത്, ദൈവസഭയിൽ ആരെയൊക്കെ നിയമിച്ചിരിക്കുന്നേ? ആ വാക്യം തുടർന്ന് വായിച്ച്. ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ. അപ്പൊ നോക്കിക്കേ, ദൈവസഭയുടെ ക്രമീകരണത്തിന് വേണ്ടി ഭരണത്തിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവം ഒരു ഭരണക്രമം കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇവിടുത്തെ വാക്ക് കണ്ടോ? ദൈവം എന്നാണ് ആ വാക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭരണമെന്ന്, അല്ലാതെ എന്റെ ഭരണം നടത്താനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സഭകളിൽ ആരുടെ ഭരണമാണ് നടത്തുന്നത്? ഉറക്കെ അങ്ങ് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. കമ്മിറ്റിക്കാരുടെ. നിങ്ങൾ നല്ലവരായതുകൊണ്ടാണ് കമ്മിറ്റിക്കാരെ പറഞ്ഞത്. ഞാൻ വല്ലവായിരുന്നെങ്കിൽ നേതൃത്വത്തെ പറഞ്ഞേനെ, അല്ലേ? അല്ല ഇത് നോക്കിക്കേ. അപ്പോൾ ഈ ഭരണം എന്ന് പറയുമ്പോൾ ദൈവം സഭയിൽ ഇങ്ങനെയുള്ളവരെ നിയമിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ദൈവത്തിന്റെ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ ഇഷ്ടം നടത്താനല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ ക്രമം തെറ്റിയപ്പോൾ അവിടെ നിന്ന് എന്ത് സംഭവിച്ചു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അല്ലേ? അല്ലേ? ശരിയല്ലേ പറയുന്നത്? അതെ. അപ്പോൾ ദൈവത്തിന്റെ ക്രമത്തിന് വേണ്ടിയിട്ടാണ് ആര് നിയമിച്ചിരിക്കുന്നത്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇവരൊക്കെ നിയമിച്ചിരിക്കുന്നത് എന്തിനാ? ഒന്ന് പറ. ദൈവത്തിന്റെ ഭരണം നടപ്പിലാക്കാൻ. അപ്പോൾ ഇതിന്റെ എല്ലാം നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ വിഭവങ്ങൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ മാനേജ്മെന്റ്. മനസ്സിലാവുന്ന? അതായത് ഇപ്പം നോഹ പെട്ടകം ഉണ്ടാക്കി, അല്ലേ? നോഹയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പെട്ടകം ഉണ്ടാക്കിയേ? അല്ല. ഇഷ്ടത്തിനാ ഉണ്ടാക്കിയേ? ദൈവത്തിന്റെ, അല്ലേ? പറഞ്ഞേ. ഓക്കെ. അപ്പം നമ്മൾ പ്രത്യേകം ഓർത്തോണം, ഇത് ഈ ഭരണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണമല്ല, ദൈവത്തിന്റെ ഭരണം. അതുകൊണ്ട് ദൈവസഭയിൽ എങ്ങനെയാ വെച്ചിരിക്കുന്നത്? ഒരു ക്രമം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സിസ്റ്റം, അല്ലേ? CSIക്ക് ഒരു സിസ്റ്റം ഉണ്ട്, മാർത്തോമയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്, ഓരോ സഭകൾക്ക് ഓരോ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണ്? ദൈവഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വളരെ പ്രയാസകരമായ കാര്യം പറയട്ടെ, ഇന്ന് ദൈവഭരണം സഭകളിൽ നിന്ന് മാറിപ്പോയി, ദൈവത്തിന്റെ മഹത്വം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇത് നമ്മൾ കുറ്റം പറയല്ല, ഈ ദൈവത്തിന്റെ ഭരണം കൊണ്ടുവരുവാൻ നമ്മൾ അതിനൊരു ചാലകമായി നമുക്ക് തീരാം. അതിനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇത് അവസാനം പറയുന്നതിന് മുൻപായിട്ട് ഈ കാര്യനിർവഹണ തത്വങ്ങൾ അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം. അപ്പം ഈ നിർവഹണത്തിന്റെ ഉള്ള തത്വങ്ങൾ, അതിന്റെ ചില പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കണം. എങ്ങനെയാണ് കാര്യനിർവഹണം നടത്തേണ്ടത്? ഒന്നാമത്തെ നിങ്ങൾ ഓർത്തോ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഉദ്ദേശവും ദിശാബോധവും നൽകുന്നു. ഓക്കെ. അപ്പോൾ ഇതിന്റെ കാര്യനിർവഹണത്തിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു ഉദ്ദേശവും ദിശാബോധവും നൽകുന്നു. രണ്ടാമത്തേത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ. മൂന്നാമത്തേത് അവ്യക്തതകളെ ഇല്ലാതാക്കുന്നു. മൂന്നാമത്തേത്. നാലാമത്തേത് പ്രതിസന്ധികളെ കുറയ്ക്കുന്നു. ഏതാ? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് ശുശ്രൂഷയിൽ മുൻഗണനകളെ തീരുമാനിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു. അടുത്തത് നമുക്ക് ഓർക്കേണ്ടത് ആത്മിക വിഭവങ്ങളെ വിവേകപൂർവം ഉപയോഗിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ ആവർത്തിക്കുന്നില്ല, സമയം പോയത് കൊണ്ടാ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അതോ ഒന്നും കൂടെ ഒന്ന് പറയണം. എഴുതാൻ പറ്റിയില്ല മൊത്തം ശരിക്കും. ഓക്കെ, ഞാൻ എന്നാൽ അത് ഇപ്പൊ എത്ര സമയമായില്ലേ? അതിന് സമയം ഇത്ര പോകുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും ഇറങ്ങി പോകേണ്ടവരുണ്ടോ? ഓക്കെ, ഞാൻ വേഗം പറഞ്ഞുതരാം. അതും കൂടെ ഒന്ന് പറയാം, എന്നിട്ട് എന്തോ
അതും കൂടെ പറയാൻ, അതുകൂടെ പറഞ്ഞിട്ട് ഓക്കെ. അതായത് ഇതിന്റെ ഈ കാര്യനിർവഹണം, അതായത് അതിന്റെ അടിസ്ഥാന തത്വം അത് പ്രമാണിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്? ഒന്നാമത്തേത്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഉദ്ദേശവും ദിശാബോധവും നൽകുന്നു, ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത്, ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു, 2. മൂന്നാമത്തേത്, അവ്യക്തതകൾ ഇല്ലാതാക്കുന്നു. 4, പ്രതിസന്ധികളെ കുറയ്ക്കുന്നു. 5, ശുശ്രൂഷയിലെ മുൻഗണനകളെ തീരുമാനിക്കാൻ സഹായിക്കുന്നു. നോട്ട്സ് തന്നോളാം കേട്ടോ. ഓക്കെ. അടുത്തത് ആത്മിക വിഭവങ്ങളെ വിവേകപൂർണമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. ഞാൻ നോട്ട്സ് തന്നോളാം. ഞാൻ ആരെങ്കിലും ഒരാൾ 2 കൊരിന്ത്യർ 8:20-21 വായിച്ച് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 8:20-21. ഞങ്ങൾ നടത്തിവരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ അവിടം തൊട്ടാണ് ടീച്ചറെ, അവിടം തൊട്ട് ആരും നിങ്ങളെ പറഞ്ഞു വായിച്ചോ. ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും യോഗ്യമായത് മുൻകരുതുന്നു. ഇതാണ് മാനേജ്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്യം എടുക്കുമ്പോൾ അതായത് നമ്മളുടെ ഈ പഠനം മുഴുവനും ബേസ്ഡ് ഓൺ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. ഇത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറയത്തില്ല. അതുകൊണ്ട് ഇത് വേദപുസ്തകത്തിൽ നിന്ന് കടഞ്ഞെടുത്ത കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം, നിങ്ങൾ ഇത് മനസ്സിലാക്കണം, നിങ്ങൾ ഇത് കുറിച്ചു വെക്കണം, അനേകരോട് പറഞ്ഞു കൊടുക്കണം. സോ എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ആരും നിങ്ങളെ അപവാദം. അപ്പം അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ധനശേഖരണമാണ്. ആ ധനശേഖരണമല്ല നമ്മുടെ വിഷയം. പക്ഷേ അടുത്ത ഭാഗമാണ് ഞങ്ങൾ എടുക്കുന്നത്. ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചും കൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല, പിന്നെന്താണ്, മനുഷ്യരുടെ മുമ്പാകെ യോഗ്യമായത് എന്ത് ചെയ്യുന്നു? മുൻകരുതുന്നു. ഓക്കെ. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തേത് പ്രയോജനപ്പെട്ടോ? എല്ലാവർക്കും പ്രയോജനപ്പെട്ടോ? കേട്ടില്ല. പ്രയോജനപ്പെട്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? പലരോടും ഷെയർ ചെയ്യുക. അതുകൊണ്ട് ചിലര് പറയാറുണ്ട്, അവൻ എനിക്ക് എന്നാ തോന്നിയാലും എനിക്കൊന്നുമില്ല, ഞാൻ ദൈവത്തോട് നിരന്നുകൊള്ളാവുന്നു എന്ന് പറയുന്ന പോലല്ല. ദൈവത്തോടും മനുഷ്യരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? പറ, ആ വാക്കെന്താ പറഞ്ഞു വന്നേ? അല്ല, ലാസ്റ്റിൽ എന്താ? അല്ല, മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ടാ, മുൻകരുതല കേട്ടോ, മുൻകരുതല. ഇതൊരു മുൻകരുതൽ. ആരും നമ്മളെ അപവാദം പറയാതില്ല. അപ്പൊ ഒരു കാര്യം ഓർക്കുക, പിശാചിന്റെ പറയുന്ന പേര് അവൻ എന്തുവാ? അപവാദിയ. അവൻ ആളുകളെ കൊണ്ട് അപവാദം പരത്തുന്നവനാ. പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ദൈവം നമുക്ക് തന്ന റിസോഴ്സുകൾ, ദൈവം നമുക്ക് തന്ന താലന്തുകൾ ഒക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ അനേക കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കുക, ബോധ്യമുള്ളവരായിരിക്കുക. അനേകരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ നാം സജ്ജമായിരിക്കുക. ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. ദൈവം നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു അവസരം തന്നു. അപ്പോൾ ഈ 4ാമത്തെ ക്ലാസ് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ഷേർലി ടീച്ചറിനോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഷേർലി ടീച്ചർ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം സർ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സന്ധ്യയാകുന്ന സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിലെ അത്ഭുത മർമ്മങ്ങളെ തിരിച്ചറിയാൻ നൽകി തന്ന ഈ വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കാതെ കർത്താവെ മറ്റുള്ളവരോട് പങ്കിടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം.
ഈ മർമ്മങ്ങളൊക്കെയും മനസ്സിലാക്കാൻ സാധിച്ച കൃപയ്ക്കായി സ്തോത്രം. ഷെറിൽ സാറിനെ ഓർത്ത് പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്റെ ദാസന് നൽകിക്കൊടുത്ത എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. അത് അനേകർക്ക് വെളിച്ചമായി ശോഭിപ്പാൻ അവിടുന്ന് തുടർന്നും എടുത്ത് ഉപയോഗിക്കണമേ. കടന്നു വന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആദ്യമായി അത് പങ്കിടുവാനും അവരുമായി ഇതെല്ലാം പങ്കിട്ട് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിനും അത് പ്രയോജനമായി തീരുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണേ. എല്ലാ നന്മകളാലും അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മുൻപോട്ട് നയിക്കണമെന്ന് സകലവും ഞങ്ങൾക്കായി ജീവൻ സമർപ്പിച്ച യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവായി കേൾക്കണമേ. ആമേൻ. ആമേൻ.